ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കട്ടിങ്, എനിക്കിതിനകത്ത് കുറേ മെസ്സേജ് അയച്ച ഒരു ശോഭ ചേച്ചിയുണ്ട്. ശോഭ ചേച്ചിക്ക് 65 വയസ്സുണ്ട്. 65 വയസ്സിലും അറിയാവുന്ന തൊഴിൽ ചെയ്ത് ഉപജീവനം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലൂടെ ഒരു സന്തോഷം കണ്ടെത്തുന്ന ശോഭ ചേച്ചി എനിക്ക് കുറേ മെസ്സേജ് അയച്ചു. എൻ്റെ മെഷർമെൻറ്റ് വെച്ച് ചെയ്യുമ്പോൾ ശോഭ ചേച്ചിക്ക് എല്ലാം കറക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു മെഷർമെൻറ്റ് ശോഭ ചേച്ചിക്ക് വന്നിരിക്കുന്നത് കുറച്ച് ബ്രസ്റ്റ് സൈസ് കൂടുതലുള്ള ഒരു മെഷർമെൻറ്റാണ് ശോഭ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ശോഭ ചേച്ചിക്ക് ചെറിയ ഡൗട്ട്. അപ്പോൾ എനിക്ക് വീണ്ടും മെസ്സേജ്, ഒരു പാരഗ്രാഫ് ഫുള്ളൊക്കെ എഴുതി മലയാളത്തിൽ, അത്രയും കഷ്ടപ്പെട്ട് മലയാളത്തിൽ ശോഭ ചേച്ചി എനിക്ക് എഴുതി കഷ്ടപ്പെട്ടപ്പോൾ ഞാനോർത്തു ഞാൻ ശോഭ ചേച്ചിക്ക് വേണ്ടി പ്രത്യേകിച്ച് ഓർക്കണം. 65 വയസ്സൊക്കെ ആകുമ്പം എല്ലാവരും വീട്ടിലൊതുങ്ങി കൂടാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ശോഭ ചേച്ചിക്ക് ഇത്രയും ചെയ്യാൻ ദൈവം അതിനുള്ള ആയുസ്സും മനസ്സും കൊടുത്തല്ലോ. അപ്പോൾ അതുതന്നെ വലിയൊരു സന്തോഷമാണ്. ശോഭ ചേച്ചി എനിക്ക് എഴുതി തന്ന ഈ ഒരു മെഷർമെൻറ്റ്, അതായത് ലെങ്ത് 15 ഇഞ്ച്. ഞാനത് മൊബൈലിൽ നിന്ന് ഞാനിതിനകത്ത് ഒരു പേപ്പറിൽ പകർത്തിയിട്ട് അത് നോക്കി ഇപ്പോൾ കട്ടിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം മറ്റുള്ളവരൊന്നും ഒരു പ്രശ്നവുമില്ല. ചേച്ചിക്ക് വന്ന ഡൗട്ട് എന്ന് ചോദിച്ചാൽ ചെസ്റ്റ് അളവ് വന്നിരിക്കുന്നത് 42. ചെസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ മെഷർമെൻറ്റ് എനിക്ക് കറക്റ്റ് ആവുന്നത്, അല്ലെങ്കിൽ അതോ നോക്കി മറ്റുള്ളവർ ചെയ്ത് ഈ എടുക്കുന്ന റൗണ്ട് ഞാൻ എടുക്കുന്ന റൗണ്ട് പോലെ എടുക്കുന്നവർക്ക് അതൊക്കെ കറക്റ്റ് ആവും. 4 ഇഞ്ച് ലൂസ് ഒക്കെ ആവും. അല്ല, ഇത് എടുക്കുന്നത് ഓൾറെഡി ലൂസ് ഇട്ടെടുക്കുന്നവർക്ക് 2 ഇഞ്ച് ലൂസൊക്കെ മതിയായിരിക്കും. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ 1-2 ബ്ലൗസുകൾ തയ്ച്ച് കഴിയുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ഈ മെഷർമെൻറ്റുമായിട്ട് നമുക്കത് കറക്റ്റ് ആവുന്നുണ്ടോ ഇല്ലെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ചേച്ചിക്ക് ചെസ്റ്റ് വണ്ണം 42ഉം ബ്രസ്റ്റ് 46ഉമാണ് വന്നിരിക്കുന്നത്. സാധാരണ ചെസ്റ്റ് 42 ഉള്ളവർക്ക് ബ്രസ്റ്റ് സൈസ് നോർമലി ഒരു ബ്രസ്റ്റ് ഉള്ളവർക്കൊക്കെ 42 ആണെങ്കിൽ 44 ആയിരിക്കും ഇവിടെ വരിക. പക്ഷേ ഈ ചേച്ചിക്ക് വന്നിരിക്കുന്നത് 46ആണ് ഈ ബ്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ബ്രസ്റ്റ് നല്ല ബ്രസ്റ്റുള്ള ആളാണ് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അതുകൊണ്ടാണ് ശോഭ ചേച്ചിക്ക് 4 ഡിഫറൻസ് ബ്രസ്റ്റും ചെസ്റ്റുമായിട്ട് വന്നത്. അങ്ങനെ റെയറായിട്ട് അങ്ങനെ വരാറുണ്ട്. ചിലർക്കൊക്കെ നല്ല ബ്രസ്റ്റ്, പ്രത്യേകിച്ച് ഈ തൈറോയ്ഡ് പ്രശ്നമൊക്കെ ഉള്ളവർക്കൊക്കെ നമുക്ക് നന്നായിട്ട് ശരീരം വണ്ണം വയ്ക്കുമല്ലോ. അപ്പോൾ അവർക്ക് മൊത്തത്തിൽ പിന്നെ നന്നായിട്ട് വണ്ണം വയ്ക്കുമ്പം ബ്രസ്റ്റ് സൈസൊക്കെ കൂടുമല്ലോ. അപ്പോൾ എല്ലാവരും ഇത് ഞാൻ കട്ടിങ് ചെയ്ത് കാണിക്കാം എൻ്റെ രീതിയിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ മെഷർമെൻറ്റ് കറക്റ്റ് ആവുന്നു എങ്കിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഞാൻ എപ്പോഴും പറഞ്ഞല്ലോ, ഒരാളുടെ തന്നെ നോക്കിയിരുന്നിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ആ ചാനൽ കണ്ടിന്യൂ ചെയ്താൽ മതി. നമുക്ക് തെറ്റ് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. ശോഭ ചേച്ചി എൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് ചെയ്ത് ശോഭ ചേച്ചിക്കത് സക്സസ് ആയി എന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ മെഷർമെൻറ്റിൽ തന്നെ വീണ്ടും ഞാൻ ഈ ഒരു മെഷർമെൻറ്റിൽ ശോഭ ചേച്ചിക്ക് വേണ്ടി, അതുപോലെ ശോഭ ചേച്ചിയെ പോലുള്ള ഒരുപാട് പേരുണ്ടായിരിക്കുമല്ലോ, അവർക്ക് വേണ്ടി ഞാൻ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. ഞാനെപ്പോഴും പറയുന്ന പോലെ ചാനലുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ചാനലുകൾ കണ്ടിന്യൂ ചെയ്യുക. ഓരോരുത്തരുടെയും അവരവരുടെ അറിവ്, അവരൊരു പഠിച്ച രീതിയിലുള്ള അറിവാണ് പകർന്നു തരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ടല്ലോ. പണ്ടൊക്കെ നമ്മളിതൊക്കെ പോയി പഠിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ, നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിനെ നല്ല രീതിയിൽ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അധികം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ശോഭ ചേച്ചിക്ക് വേണ്ടിയും അതുപോലെയുള്ള ഒരുപാട് അമ്മമാരിങ്ങനെ വരുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ശോഭ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. ശോഭ ചേച്ചിയുടെ എനർജി ലെവൽ വളരെ എനിക്ക് സന്തോഷമായി. കാരണം ഈ ഒരു ഏജിൽ എല്ലാവരും ഒരു 50 വയസ്സാകുമ്പോൾ പ്രായമായി, എനിക്ക് ഒന്നും പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പം ഈ ചേച്ചിയെ ഞാൻ സത്യമായിട്ടും അഭിനന്ദിക്കുന്നു. ഈ ഒരു രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നു, അതിനുള്ള മനസ്സുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ കട്ടിങ്ങിലേക്ക് കിടക്കാം, സംസാരിച്ച് ഞങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ. അപ്പോൾ ലെങ്ത് 15 ഇഞ്ചാണ് ലെങ്ത് വന്നിരിക്കുന്നത്. ഷോൾഡർ 17 ഇഞ്ച്, കൈക്കുഴി 18 ഇഞ്ച്. ശോഭ ചേച്ചി എടുത്ത് എനിക്ക് അയച്ച മെഷർമെൻറ്റാണ് കേട്ടോ. അപ്പോൾ ആ മെഷർമെൻറ്റിന് പ്രകാരം ഞാനത് കട്ട് ചെയ്ത് കാണിക്കും. ഓക്കെ. ഇതിൽ ശോഭ ചേച്ചിക്ക് വന്നൊരു ഡൗട്ടെന്ന് വെച്ചാൽ, ഞാൻ പറയും നമ്മുടെ വണ്ണത്തിൻ്റെ കൂടെ ഒരു 8 ഇഞ്ച് കൂട്ടിയാൽ മതി, നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ശോഭ ചേച്ചിയോട് ഞാൻ സാധാരണ ബ്ലൗസ് അളവ് ചെയ്യുമ്പോൾ പറയാറുള്ളത് 42 + 8 50 ഇഞ്ച്, 50-ന് 4-1 വണ്ണം ഇട്ട് വെട്ടുക എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ഞാൻ പറയും 44ആണ് ചെസ്റ്റ് വണ്ണമെങ്കിൽ അതിനോട് 2 ഇഞ്ച് കൂട്ടിയാൽ മതി. ഇതിപ്പോൾ 46 വന്നിട്ടുണ്ട്. അപ്പോൾ 46 + 2, അതായത് ഇവിടുത്തെ അളവിനേക്കാൾ 2 ഇഞ്ച് ലൂസ് മതി.
സാധാരണ നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ അത് നിങ്ങൾ സൈഡ് ലൂസ് ഈ 4 ഇഞ്ച് മാത്രം ഇവിടെ കൊടുത്താൽ മതി. 42 + 4 ഇഞ്ച് ഇവിടെ കൊടുത്താൽ മതി. പിന്നെ 46 കപ്പ് സൈസാണ്. അപ്പോൾ എന്ത് ചെയ്യണം, കപ്പ് സൈസ് വരുമ്പോൾ നമ്മൾ കപ്പ് സൈസിൻ്റെ ടക്കിലാണ്, ആ കപ്പ് മാത്രമാണ് അദ്ദേഹത്തിന് കൂടുതലുള്ളത്. അല്ലാതെ ഈ ഒരു ചെസ്റ്റ് അളവ് നമ്മൾ നോർമലി അളവിൽ കൊടുത്താൽ മതി. ഇതിനകത്ത് ബ്രസ്റ്റ് സൈസ് കൂടുതൽ വന്നിട്ടുണ്ട്. ബ്രസ്റ്റിനുള്ള കപ്പ് സൈസിനുള്ള കപ്പ് നന്നായിട്ട് ബ്രസ്റ്റ് നന്നായിട്ട് കൊള്ളുന്ന രീതിയിൽ കപ്പിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. അല്ല ബ്രസ്റ്റ് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് ലൂസ് ഇട്ട് നമ്മൾ തയ്ക്കാൻ പാടില്ല. ചെസ്റ്റ് അളവിനെക്കാട്ടിലും നമ്മൾ സാധാരണ ചെയ്യുന്ന സെയിം മെഷർമെൻറ്റിൽ ഇത് ചെയ്താൽ മതി. പക്ഷേങ്കിൽ ഇതിനകത്ത് വന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് സൈസ് കൂടുതലുണ്ട്. ബ്രസ്റ്റ് സൈസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്രസ്റ്റ് നമുക്ക് കൂടുതലാണെങ്കിൽ ബ്രസ്റ്റിനുള്ള കപ്പ് ടക്കിൽ അറേഞ്ച് ചെയ്യുക. ടക്ക് നന്നായിട്ട് നല്ല വലുപ്പത്തിൽ ടക്കിട്ട് കൊടുക്കുക. സൈഡിന് കുറച്ച് ഇവിടുത്തെ ലെങ്ത് കൂടുതൽ എടുത്തിട്ട് ഇവിടുന്ന് ടക്കിനെ കൊടുക്കുക. അപ്പോൾ അത്രയും സ്പേസ് ഫ്രണ്ടിൽ അവർക്ക് കിട്ടും. അപ്പം ബ്രസ്റ്റ് കൂടി എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇവിടുത്തെ വണ്ണം അനുസരിച്ച് കൂട്ടാൻ പാടില്ല. കപ്പ് സൈസാണ് കൂട്ടേണ്ടത്. ബ്രസ്റ്റ് കൂടിയെങ്കിൽ നമുക്ക് കപ്പിൻ്റെ അളവിനെ കൂട്ടുക. നോർമലി ചെസ്റ്റ് അളവ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെസ്റ്റ് അളവ് പ്ലസ് 8 ഇഞ്ച് കൂട്ടിയിട്ട് 4 ഇഞ്ച് ലൂസും 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഈ ബ്രസ്റ്റുള്ള എല്ലാവർക്കും, അതായത് ബ്രസ്റ്റ് ഒരുപാട് കൂടിയെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇവിടുത്തെ വണ്ണം അല്ല കൂട്ടേണ്ടത്. ഇവിടുത്തെ വണ്ണം അവർക്ക് കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇവിടുന്ന് ഫ്രണ്ടിലോട്ടുള്ള കപ്പിൻ്റെ അളവ് ഞാനിങ്ങനെ കാണിക്കുക, ലേഡീസ് കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ കപ്പിൻ്റെ അളവിൻ്റെ സ്പേസ് കൂട്ടിയാൽ മതി. അപ്പോൾ ഇവർക്ക് ഈ 46 ഇഞ്ചിൻ്റെ കപ്പിൻ്റെ അളവ് സ്പേസ് കൂട്ടുമ്പോൾ നല്ല കവറായിട്ട് നിൽക്കും. അപ്പം നമുക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ചേച്ചിയുടെ ലെങ്ത് വന്നിരിക്കുന്നത്, അതായത് ലെങ്ത് 15 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 15 ഇഞ്ച് പ്ലസ് 1.5, അതായത് നിങ്ങൾക്കറിയാമല്ലോ ഇതിപ്പോൾ 1.5, 2 അത് ഞാൻ എപ്പോഴും പറയും, ഞാൻ പറയുന്ന കൃത്യ അളവ് ആണെന്നില്ല. നിങ്ങൾക്കിപ്പോൾ 2 ഇഞ്ച് ഇടണമെങ്കിൽ 2 ഇഞ്ച് ഇടാം. അതായത് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ ചിലർ ഇവിടുന്ന് ഫോൾഡിങ് ചെയ്യുന്നവരുണ്ട്, ചില എക്സ്ട്രാ തുണി ചെയ്യുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം. 15 + 1.5 നോർമലി ഉള്ള അളവ്, അല്ലെങ്കിൽ 15 + 1 ഇഞ്ച് ഇട്ടാലും മതി. പക്ഷേങ്കിൽ ഒരിക്കലും ഒരാളുടെ അളവിനെക്കാട്ടിലും 1 പോയിൻ്റ് കൂടുതലിടണമെന്നാണ് ഞാൻ പറഞ്ഞ് പഠിപ്പിക്കാറെന്ന് വെച്ചാൽ, ഇപ്പോൾ 15 ഇഞ്ച് കറക്റ്റ് നമ്മൾ അളവ് എടുത്തു എന്ന് പറഞ്ഞാലും അവർക്ക് 15 ഇഞ്ച് ഒരു പക്ഷേ ഇടുന്നുണ്ടെ അല്പം കുറഞ്ഞ് പോയി എന്നൊരു തോന്നലുണ്ടാവില്ല. ഒരു 4 ഇഞ്ച് കൂടിയാലും ഒരിക്കലും 4 ഇഞ്ച് കുറയാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അളവെടുക്കുമ്പോൾ നമ്മൾ 15 അളവെടുത്താലും ഒരു ശരീരത്തിൽ ഇട്ട് വരുമ്പോൾ ചിലപ്പോൾ ഒരു 14 അവർക്ക് ആ അളവെടുത്തിനേക്കാളും കുറച്ചായിട്ട് ഫീൽ ചെയ്യും. അയ്യോ ഇച്ചിരി കുറവാണല്ലോ എന്നൊക്കെ ചിലർ പറയാറുണ്ട്, കുറഞ്ഞു പോയില്ല. അപ്പോൾ നമ്മൾ പറയും നമ്മൾ മെഷർമെൻ്റ് എടുത്ത് 15, അവർ ബാക്കി കാണുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും 15 അളവെടുത്തെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ. ഒരാൾക്ക് 15 ഇഞ്ച് അളവെടുത്താലും ഒരു 15.4 വന്നാലും 14.25 പാടില്ല. എപ്പോഴും ഇറക്കം മുന്നോട്ട് നിന്നാലും കുറേ. അല്ല പിന്നെ ന്യൂ ജനറേഷനിലെ പുതിയ മോഡേൺ ലേഡികളൊക്കെ അവർക്ക് പുറവശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് മതി. അങ്ങനെയുള്ളവർക്ക് ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ അമ്മമാർക്ക്, പ്രായമുള്ളവർക്ക് നമുക്കറിയാമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ചെയ്യുമ്പോൾ അവർ പറയുന്ന അളവിനേക്കാളിലും 4 ഇഞ്ച് കൂട്ടണം. അതിനാണ് ഇവിടെ ഒരു 1.5 ഇഞ്ച് ഇടുന്നത്. എന്ന് ചോദിച്ചാൽ നമുക്ക് ഷോൾഡറിൻ്റെ അളവ് 1/2 ഇഞ്ച് പോകും. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് പോയിട്ട് ഞാൻ എപ്പോഴും ഒരു 1/2 ഇഞ്ച് മിക്കവാറും പറഞ്ഞതിനേക്കാളും കൂടുതലിടാറുണ്ടല്ലോ. 4 ഇഞ്ച് 1/2 ഇഞ്ചെങ്കിലും ഞാൻ ആളുടെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ 1/2 ഇഞ്ച് കൂടുതലിടും. അവർ പറയുന്നതിനേക്കാളും ഒരു 1/2 ഇഞ്ച് ഞാൻ കൂടുതലിടാറുണ്ട്. കറക്റ്റ് ആയിരിക്കും ചെയ്യും. ഒരിക്കലും അവർ പറയുന്ന അളവ് അവർ ബാക്കി കാണാത്തത് നമ്മളാണ് ബാക്കിലെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇത്രയും മതിയോ എന്ന് ചോദിച്ചാൽ പുറവശം അവർ കാണുന്നില്ലല്ലോ. ഫ്രണ്ടിൽ നിന്ന് അളവെടുത്തതിനേക്കാളും നമ്മൾ എപ്പോഴും ബാക്കിൽ നിന്ന് അളവെടുക്കുമ്പോഴാണ് ആ ബാക്കിൻ്റെ അളവ്. അവരുടെ ബാക്കിൽ ചിലർക്ക് ഇവിടെ തുടിച്ചിൽ കാണും, അതായത് ടയർ ഇവിടെ ഇങ്ങനെ കാണും, ബാക്കിൽ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് വണ്ണമുള്ളവർക്കൊക്കെ. അപ്പോൾ അത് കവർ ചെയ്ത് വേണം നമ്മൾ മെഷർമെൻറ്റ് എടുക്കാൻ. എപ്പോഴും ബാക്കിൽ നിന്ന് അളവെടുക്കാൻ. ആ ബാക്കിലെ അവരുടെ വണ്ണത്തിൻ്റെ ഒരു മെഷർ നമുക്ക് ബാക്കിൽ നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇങ്ങനെ ടയർ പോലെ ഈ സൈഡൊക്കെ ഓരോ തൂങ്ങി നിൽക്കുന്ന ലേഡീസ് ഉണ്ട്. അപ്പോൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾ വേണം അതിൻ്റെ മെഷർമെൻറ്റ് അവർ കവർ ചെയ്യുന്ന രീതിയിൽ പിടിക്കുക. അല്ലെങ്കിൽ അതിന് മേളിൽ വെച്ച് അളവ് പിടിച്ച് ചിലർ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഇവിടെ എക്സ്ട്രാ ഒരു കുറേ ഭാഗം ഇങ്ങനെ ബോഡിയുടെ എക്സ്ട്രാ എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മുടെ ദശ ഇങ്ങനെ വെളിയിലോട്ട് തള്ളി നിൽക്കും. അത് കാണുമ്പോൾ ഭയങ്കര അഭംഗിയാണ്. അത് ഭയങ്കര വൃത്തിയാണ്. സ്ത്രീകളുടെ ഇങ്ങനെ എക്സ്ട്രാ ഇവിടെ ഇങ്ങനെ ഒരു ടയർ, പിന്നെ ടയർ അങ്ങനെ വെളിയിലോട്ട് തൂങ്ങി നിൽക്കുന്നത് ബ്ലൗസിൻ്റെ ഇറക്കം കുറയുമ്പോൾ അത് ഉള്ളതിനേക്കാൾ കൂടുതൽ അടിവശം ഫിറ്റായിട്ടിരിക്കുമ്പോൾ ഈ ഭാഗമൊക്കെ ഇങ്ങനെ ഉന്തി നിൽക്കുന്നത് കാണാം. അപ്പോൾ ഉള്ളവരുടെ ബോഡി ഷേപ്പൊക്കെ നമ്മൾ ബാക്കിൽ നിന്ന് എടുക്കും. അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബാക്കിൽ നിന്ന് അളവെടുക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഇത് മറക്കാതിരിക്കുക. നിങ്ങൾ 4 ഇഞ്ചെങ്കിലും ബാക്കിൽ കൂടുതലിടുക. മോഡേൺ ലേഡീസ് ആണെങ്കിൽ പുറകിൽ ഒരു വള്ളി മാത്രം വെച്ച് തയ്ക്കുന്നവർക്കാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷേ എല്ലാവരും അങ്ങനെയല്ലല്ലോ, നമുക്ക് മിക്കവാറും വരുന്ന തയ്യൽ ഇങ്ങനെയാണല്ലോ. അപ്പോൾ അളവിനേക്കാട്ടിലും 4 ഇഞ്ച് കൂടുതലിടുക.
കാലിഞ്ചോ വണ്ണുള്ളവർക്ക് അര ഇഞ്ച് കൂടുതലാണ് കുഴപ്പമില്ല, അവരെ ഇവിടെ നന്നായിട്ട് കവർ ചെയ്ത് പോകും. അവിടെ ബ്രായുടെ നമ്മളെപ്പോഴും മെഷർമെൻറ്റ് ബാക്ക് എടുക്കുമ്പോൾ ബ്രായുടെ പോയിൻറ്റിനേക്കാളും താഴെ മാറ്റി അവരുടെ ആ ബാക്കിലെ ആ എന്തെങ്കിലും, അതായത് എക്സ്ട്രാ ഒരുപാട് വണ്ണമുള്ളവർക്കല്ല വണ്ണത്തിൻ്റെ ആ വൃത്തിയുടെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ അളവെടുക്കാൻ. അവർക്ക് പറയാനറിയില്ല, അവർ പറയും എടുത്തോ അങ്ങനെ മതി എന്നൊക്കെ പറയും. ഇട്ട് നോക്കും പറയുക ഇറക്കം കുറഞ്ഞു പോയെന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, സ്റ്റിച്ചിങ് ചെയ്യുന്നവർ ആ ഒരു കാര്യം മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈം കളയുന്നില്ല. ലെങ്ത് ഞാനപ്പോൾ 1.5 ഇഞ്ച് കൂടുതൽ ഇടുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞു, ഇവിടെ 1/2 ഇഞ്ച് പോവും, താഴെ 1/2 ഇഞ്ച് എനിക്ക് പടിക്ക് പോവും, പിന്നെ ഒരു 1/2 ഇഞ്ച് ഞാൻ ഇടുന്നത് വെച്ചാൽ എൻ്റെ ഇറക്കത്തിൻ്റെ കൂടുതൽ വരാൻ വേണ്ടി, അത് മനസ്സിലുദ്ദേശിച്ച് തന്നെയാണ് ഞാൻ 1/2 ഇഞ്ച് കൂടുതൽ ഇടുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ, ഞാൻ 1.5 ഇഞ്ച് ഇടുന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ 15 എന്നുള്ളത് 16 ഇഞ്ച് നമ്മളോട് മാർക്ക് ചെയ്യണേ. അപ്പോൾ ഷോൾഡർ വന്നിരിക്കുന്നത് 17 ഇഞ്ചാണ്. 17 എന്ന് പറയുമ്പോൾ 8 ഇഞ്ചാണ്. 8 ഇഞ്ചാണ് ഷോൾഡർ വന്നിരിക്കുന്നത്. അപ്പോൾ 8 ഇഞ്ച് ഷോൾഡർ വന്നിട്ടുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത്, കഴുത്തിൻ്റെ ബാക്ക് നെക്ക് 9 ഇഞ്ചാണ് വന്നിരിക്കുന്നത്. 9 ഇഞ്ച് ബാക്ക് നെക്ക്. അപ്പോൾ നമ്മളിവിടുത്തെ 1/2 ഇഞ്ച് കൂടി തള്ളി, അതായത് നമ്മളിവിടുത്തെ ഒരു 1/2 ഇഞ്ച് തള്ളിയതിന് ശേഷം, തയ്യൽത്തുമ്പ് തള്ളിയതിന് ശേഷമുള്ള 9 ഇഞ്ച് നമുക്കെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ, ഇപ്പോൾ 9 ഇഞ്ച് കഴുത്തും എടുത്തു, ഷോൾഡറും എടുത്തു. അപ്പോൾ ഇനി കഴുത്തിൻ്റെ അളവ് പ്രകാരം നമുക്ക് ഷോൾഡറിനെ അറേഞ്ച് ചെയ്തിട്ട് വേണമല്ലോ കൈക്കുഴി മാർക്ക് ചെയ്യാനും വണ്ണം മാർക്ക് ചെയ്യാനും. അപ്പോൾ ഇനി നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു 2 ഇഞ്ച് വരെ നമുക്ക് ഈ ഒരു ഷോൾഡറിൽ തയ്യൽ തുമ്പൊന്നും ഇടാതെ ഈ കറക്റ്റ് ഷോൾഡറിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമേ ഇല്ല, കാരണം കഴുത്ത് ഏകദേശം ഒരു 2.5 ഇഞ്ച് അകലുമ്പം ആ തയ്യൽ തുമ്പ് ഇത് കവറായി പൊക്കോളും. ഇത് അതിൻ്റെ ആവശ്യമില്ല. തയ്യൽ തുമ്പ് ഇങ്ങനെയുള്ളതിന് തയ്യൽ തുമ്പ് 2 ഇഞ്ച് മാത്രമേ കഴുത്തിറക്കുന്നുള്ളെങ്കിൽ തയ്യൽ തുമ്പ് ഇടേണ്ട ആവശ്യമില്ല. അല്ല, കോളറാണെങ്കിൽ മാത്രം തയ്യൽ തുമ്പ് ഇട്ടാൽ മതി. അപ്പോൾ 2 ഇഞ്ച് കഴിഞ്ഞുള്ള ബാക്കി 7 ഇഞ്ചുണ്ട്. 7 ഇഞ്ചിൽ ഷോൾഡറിനെ നമുക്ക് കുറയ്ക്കുന്ന രീതി നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഓരോ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഓരോ ഇഞ്ചിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ നോക്കിയെടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, ഇത്രേൻ്റെ പകുതി എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ മതി. ഒന്നും വേണ്ട, ഈ മാർക്ക് ചെയ്തപ്പോൾ ഈ 7 ഇഞ്ചിൽ നമ്മൾ ടേപ്പിൽ തന്നെ ഈ 7 ഇഞ്ച് നോക്കാം. 1/4, 1/2, 1/4, 1, 1/4, 1/2, 1/4. 1/4 ഇഞ്ചാണ് നമുക്ക് ഷോൾഡറിൽ നിന്ന് കുറയ്ക്കേണ്ടത്. 1/4 ഇഞ്ച് എന്ന് പറയുമ്പം അതിൻ്റെ ഈ ഷോൾഡറിൽ നിന്ന് 1/4 ഇഞ്ച് അതിൻ്റെ ഇതായിട്ട് കറക്റ്റ് 1/4 തന്നെ മാർക്ക് ചെയ്യണം കേട്ടോ. ആ ഒരു ഇതിൻ്റെ ഈ വര കണ്ടല്ലോ, 1.5 കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു 2-നും ഇടയ്ക്ക് 1.5 കഴിഞ്ഞ് 2-ൻ്റെ ഇടയ്ക്കായിട്ടൊരു മാർക്കിംഗ് ഉണ്ട്. അതാണ് 1/4 മാർക്ക് ചെയ്യുക. ബാക്കി എത്ര ഉണ്ടെന്ന് നോക്കാം നമുക്കറിയാം. നമുക്ക് ബാക്കി കിട്ടിയിരിക്കുന്നത് 6.25 ഇഞ്ചാണ് നമ്മുടെ ഷോൾഡർ വന്നിരിക്കുന്നത്. 6.25 ഇഞ്ച് എൻ്റെ ഒരു അഭിപ്രായ പ്രകാരം 6.25 ഇഞ്ച് കൂടുതലാണ്. ഈ കഴുത്തിറക്കം ഇത്ര ഉള്ളതുകൊണ്ട് കൂടുതലാണ്. പക്ഷേ ശോഭ ചേച്ചി തന്ന അളവിൻ പ്രകാരം 17 ഇഞ്ച് ഷോൾഡർ പറഞ്ഞതുകൊണ്ട് ആ മെഷർമെൻറ്റിൽ തന്നെ ഞാൻ വെട്ടിയാണ് 6.25 ഇഞ്ച് ഷോൾഡർ ഉണ്ട്. അപ്പോൾ 6.25 ഇഞ്ച് ഷോൾഡർ ഇട്ട് തന്നെ നമ്മൾക്ക് കട്ട് ചെയ്യാം. എൻ്റെ അളവിൻ പ്രകാരം 6.25 വരുന്നത്. ഇപ്പോൾ ശോഭ ചേച്ചി എടുത്തിരിക്കുന്നത് 17 ഇഞ്ച് ഷോൾഡർ എടുത്തപ്പം എനിക്ക് അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 17 ഇഞ്ച് ഷോൾഡർ എടുത്ത് അതിൻ്റെ 1.25 നമ്മൾ കുറവ് ചെയ്തു. അത് മനസ്സിലായില്ല, ഇവിടുന്ന് വന്ന കുറവാണ് നമ്മളിവിടെ ചെയ്തത്. 1.25 കുറവ് ചെയ്ത് ബാക്കി 6.25 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കഴുത്ത് മാർക്ക് ചെയ്യാം. കഴുത്ത് സാധാരണ നമ്മൾ 2.5 ആണല്ലോ ഇടാറുള്ളത്. അപ്പോൾ 2.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഒരാളുടെ കഴുത്തിൻ്റെ അകലം 2.5 ഇഞ്ച്, അത് 2.5 അല്ല 5 ഇഞ്ച്, 6 ഇഞ്ച്, 6.5 ഇഞ്ച് ഒക്കെ കഴുത്തിൻ്റെ ഈ ഒരു അകലം, അതായത് കഴുത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഈ ബാക്കിലെ കഴുത്തിൻ്റെ അകലം നമ്മളിങ്ങനെ ടേപ്പ് വെച്ച് നോക്കിയാൽ മതി. ഒരാൾക്ക് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ കറക്റ്റ് ഇവിടുത്തെ ഒരു മെഷർമെൻറ്റ് നോക്കിയാൽ നമുക്കറിയാം. എനിക്കിപ്പോൾ 5.25 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ, എൻ്റെ ബാക്കിലെ നെക്ക് ഈ എൻഡ് മുതൽ ആ സൈഡ് വരെ വരുന്നത്. അപ്പോൾ ചിലർക്ക് അത് 6 ഇഞ്ച് കാണും, ചിലർക്ക് അതിനേക്കാട്ടിലും കൂടുതൽ കാണും, 6 ഇഞ്ച് കാണും. കഴുത്തൊക്കെ ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നവർക്കാണെങ്കിൽ കുറച്ചുകൂടെ കാണും. അപ്പോൾ അതനുസരിച്ച് അവർക്ക് ഇവിടുത്തെ അകലം കൂടെ ചോദിച്ചിട്ട് വേണം നമ്മൾ ഇവിടുത്തെ കഴുത്ത് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നോർമലി ഒരാളുടെ കഴുത്തെന്ന് പറയുമ്പോൾ ഒരു 2.5 ഇഞ്ച് എന്ന് പറയുമ്പോൾ, അതായത് 5 ഇഞ്ചാണ് നോർമലി, വലിയ അധികം വണ്ണമില്ലാത്ത നോർമലി ഒരാളുടെ കഴുത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞ അകലം 5 ഇഞ്ച്. 5 ആകുമ്പോൾ നമ്മളെത്ര ഇടും? 2.5 ഇടും. പക്ഷേ ഇത് ഇത്രയും വണ്ണമുള്ളൊരു ഒരാളായതുകൊണ്ട് നമുക്ക് ഈ 2.5 കുറവാണ്. അപ്പോൾ ഞാൻ 2.25 ഇടുകയാണ്. അപ്പോൾ തയ്ച്ച് വരുമ്പോഴത്തേന് 3 ഇഞ്ച് അകലം കിട്ടും. 2.25 ഇട്ടിട്ട് മാർക്ക് ചെയ്യണം. അല്ല, എനിക്ക് എൻ്റെ ഒരു ഞാനിപ്പോൾ കട്ട് ചെയ്യുകയാണെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ
അവർക്ക് കുറച്ചുകൂടെ വിട്ട് വേണോ നമ്മൾ ചോദിക്കുക. നമുക്ക് കഴുത്തകലം ഇവിടുന്ന് കുറച്ച് ചേർന്ന് വേണോ, കുറച്ചുകൂടെ മാറി വേണോ, അത് നമ്മൾ ചോദിക്കണം. ചില അമ്മമാർക്ക് കണ്ട് ചേർന്ന് മതി. അപ്പം അത് ചോദിച്ചിട്ട് അതിനനുസരിച്ചിട്ട് കഴുത്തകലം നമ്മൾ മാർക്ക് ചെയ്യണം. ഇപ്പം ഞാൻ ഇതിനൊരു 3 ഇഞ്ച് കഴുത്തകലം കൊടുക്കാൻ പോവാണ്. കാരണം ഇത്ര വണ്ണമുള്ളൊരാകുമ്പം നമ്മൾ ഇത്രയും ചേർത്ത് വെച്ച് ചെയ്താൽ ഇടുങ്ങിപ്പോവും കഴുത്ത്, ഇങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ട് ഇടുങ്ങിപ്പോവും. അതുകൊണ്ട് കുറച്ചുകൂടെ ബ്രോഡായിട്ട് നീക്കി കട്ട് ചെയ്യാനായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊരു 3 ഇഞ്ച് മാർക്ക് ചെയ്യാണ് കഴുത്തകലം. ബാക്കി നമുക്ക് ഷോൾഡർ 3.5 ഇഞ്ച് വന്നിട്ടുണ്ട്. 3.5 ഇഞ്ച് ഷോൾഡർ വന്നിട്ടുണ്ട്, 3 ഇഞ്ച് കഴുത്തകലം കൊടുത്തു. കാരണം ഇത്രയും ബ്രസ്റ്റും ചെസ്റ്റ് വണ്ണവും ഒരു എന്തുമായാലും ഇത്രയും ഇങ്ങനെ ഒരു ഇടുങ്ങിയ ഒരു ഇച്ചിരി വണ്ണമുള്ള ശരീരപ്രദം ആയതുകൊണ്ട് അതൊക്കെ നമ്മളൊന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ ഇത് നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് തയ്ച്ച് വരുമ്പോഴത്തേന് 3.25, അതായത് 6 ഇഞ്ചോളം നമുക്ക് കഴുത്തകലം വരും. ഇത് ഇങ്ങോട്ട് തയ്യൽ തുമ്പോട് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് 4 ഇഞ്ച് കൂടെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് 3.25 ഇഞ്ച് വൺ സൈഡ് പോകും. അപ്പം നമുക്ക് ടോട്ടൽ 6 ഇഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ എന്നാലും അവരുടെ കഴുത്ത് അകന്ന് അവർക്ക് കറക്റ്റിനുള്ള ഡിസ്റ്റൻസ് ഇവിടെ കിട്ടിക്കോളും. അപ്പം കൈക്കുഴി നമ്മൾ ഇവിടെ ഇട്ട് അതേ അളവ് തന്നെ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യാണ്. ഞാൻ 6.25-ലും 6-ലും 6.5-ലും 6.25-ലും 3 മാർക്കിങ് ചെയ്തു. നിങ്ങളിങ്ങനെ വേണം മാർക്കിങ് ചെയ്യാൻ. അല്ലാതെ ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ. ചിലർക്ക് വണ്ണം ഉണ്ടെങ്കിലും കൈക്കുഴി കുറവാണ്. ഇപ്പോൾ ഇതിനകത്ത് കൈക്കുഴി 18 ഇഞ്ച് അധികം കുറവല്ല, കറക്റ്റാണ്. പക്ഷെങ്കിൽ ചിലർക്ക് വണ്ണം ഉണ്ടെങ്കിലും ചിലരുടെ കൈക്കുഴിയൊക്കെ കുറവായിരിക്കും. അങ്ങനെയൊക്കെ അതൊക്കെ നമ്മൾ നോക്കി വേണം ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഷോൾഡറിൽ നിന്ന് നമ്മൾ 6, 6.5, 6.25 ഈ 3 മെഷർമെൻറ്റിലും നമ്മളൊന്ന് മാർക്ക് ചെയ്യുക. ഇതിലെവിടെയാണ് നമ്മുടെ വണ്ണം കറക്റ്റ് കിട്ടുന്നത്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് ചിലർക്ക് ഷോൾഡർ ഇട്ടോ അത്രയും തന്നെ കൈക്കുഴി ഇട്ടു. അതുമായിട്ട് എനിക്കൊരു അഭിപ്രായം അത്ര യോജിപ്പല്ല കേട്ടോ. ഞാൻ ഈ 3 ഇതുപോലെ തന്നെ 3 അളവിലും മാർക്ക് ചെയ്തു, കൈക്കുഴിയും മാർക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഷോൾഡറിൻ്റെ അളവ് തന്നെ ഇട്ട് കേട്ടോ. ഷോൾഡറിൻ്റെ അളവ് തന്നെ കൈക്കുഴി ഇട്ടിട്ടുണ്ട്. 6.25 6.5 ഷോൾഡർ ഇട്ടിട്ടുണ്ട്. അപ്പം 6.5, 6.25 6, 6.5, 6.25 ഇങ്ങനെ 3 അളവ് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലെവിടെയാണ് നമ്മൾ ചെസ്റ്റ് പ്ലസ് 8 ഇഞ്ച് നമുക്ക് കൂട്ടാം. ചെസ്റ്റ് 42 പ്ലസ് 8 ഇഞ്ച് 50, 50-ൻ്റെ 4-1 12.5 നമുക്കിവിടെ മാർക്ക് ചെയ്യും. അപ്പോൾ 12.5 ഞാനിവിടെ മാർക്ക് ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഈ 3 വരയിലും ചേർത്ത് വരച്ചു. എനിക്ക് റിഗാൾ ഇവിടെ ഇപ്പോൾ 18.5 ഇഞ്ച് റിഗാളാണ്. 18 ഇഞ്ച് റിഗാൾ കിട്ടണം. അപ്പോൾ എൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. 12.5 വന്നിട്ടുണ്ട്. എനിക്ക് തയ്യൽ തുമ്പ് എല്ലാം കൂടി ചേർത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 12 ഇഞ്ച് നമുക്കിവിടെ ബാക്കിൽ നമ്മൾ വണ്ണം എടുത്തു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിൽ നിന്ന് ഓരോരുത്തരും ഇവിടുത്തെ അളവ് ഞാനിപ്പോൾ ഈ വണ്ണമുള്ള ആളായതുകൊണ്ട് ഒരു 1.25 ഇഞ്ച് ബാക്കിൽ നിന്ന് മാർക്ക് ചെയ്ത് നമ്മൾ ആ പോയിൻറ്റിൽ നിന്ന് 1.25 ഇഞ്ച് മാർക്കിന് ശേഷം ഞാൻ അവിടെ നിന്ന് നോക്കിയാണ് എനിക്ക് തയ്യൽ തുമ്പും വിട്ടതിന് ശേഷം, തയ്യൽ തുമ്പ് നമ്മുടെ അളവിലില്ലല്ലോ, അപ്പോൾ തയ്യൽ തുമ്പും എടുക്കണ്ട. നമ്മൾ തയ്യൽ തുമ്പും വിട്ടതിന് ശേഷമുള്ള ബാക്കി നമുക്ക് അളവിൽ കിട്ടുന്ന ആ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് 18 എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ 18 എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം, 18 കൈക്കുഴി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഒരു 1/2 ഇഞ്ചിൽ കൂട്ടിയിട്ട് 19 ഇഞ്ചിൻ്റെ പകുതിയൊക്കെ കണ്ടത്. അല്ലെങ്കിൽ നമ്മൾ 18 പകുതി കണ്ടിട്ട് ഒരു പോയിൻ്റ് കൂട്ടിയിടണം. ഇത് മനസ്സിലായില്ലേ? റിഗാൾ ഇപ്പോൾ 18 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ 18 ഇഞ്ച് കറക്റ്റ് പോയിൻ്റ് എടുത്താൽ, ഇപ്പം എടുത്തിരിക്കുന്ന ഈ ടേപ്പ് ചേച്ചി ടൈറ്റാക്കിയാണോ മാക്സിമം ലൂസ്, അത് അല്ലെങ്കിൽ നമ്മൾ റിഗാൾ എടുക്കുമ്പോൾ മാക്സിമം ആവശ്യത്തിന് ലൂസ് ഇട്ടാൽ എടുക്കുന്നുണ്ടെങ്കിൽ ആ കറക്റ്റ് അളവ് മതി. ഇല്ല നമ്മൾ എടുക്കുമ്പോൾ ടൈറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പോയിൻ്റ് ലൂസ് ഇട്ട് വേണം എടുക്കാൻ. ഇപ്പോൾ ഈ ചേച്ചി എടുത്തിരിക്കുന്ന ടൈറ്റാണോ ലൂസാണോ എനിക്കറിയില്ല. ഏതായാലും നമുക്ക് തയ്ക്കുമ്പോൾ ഒരിക്കലും ടൈറ്റ് ആകാൻ പാടില്ല. ഞാനൊരു 19 ഇഞ്ചിൻ്റെ ഹാഫ് ഇട്ട് റിഗാൾ കൊടുക്കുകയാണ്. അപ്പോൾ 19 ഇഞ്ചിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 9 ഇഞ്ച് നമുക്കിവിടെ കൈക്കുഴി വേണം. അപ്പോൾ കൈക്കുഴി 9 ഇഞ്ച്, അതായത് 19-ൻ്റെ പകുതി 18.5 ആണ് നമുക്ക് അളവ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടൈറ്റ് എടുത്തതാണോ ലൂസ് എനിക്കറിയില്ല. വേറൊരാളെടുത്ത അളവിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഒരു പോയിൻ്റ് കൂടുതലിടണം. ഒരു കാരണവശാലും കുറയാൻ പാടില്ല. കച്ചക്കുഴിയൊക്കെ എല്ലാവരും ഭയങ്കര ഫിറ്റായിട്ട് തയ്ക്കും. ഈ ഒരുപാട് കച്ചക്കുഴി ഫിറ്റാകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ, നമ്മൾ ഒരുപാട് കച്ചക്കുഴി ഫിറ്റാകുമ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൽ നിന്ന് ഇങ്ങനെ ബ്ലൗസ് ഇറങ്ങിപ്പോകും. കാരണം ഇവിടുത്തെ കക്ഷം ഒരുപാട് ഇങ്ങനെ ഫിറ്റാകുമ്പോഴത്തേന്
ഈ കൈ ഇങ്ങനെ വലിക്കുമ്പോഴത്തേന് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് ഇറങ്ങിപ്പോകും. എന്നും പറഞ്ഞ് നമ്മൾ ഒരുപാട് ലൂസ് ഇവിടെ കൊടുക്കാനും പാടില്ല. ഒരുപാട് ഫിറ്റ് ആകുമ്പോഴത്തേന് അവർക്ക് കൈക്ക് പിടുത്തം വരും. അവരിങ്ങനെ വലിക്കുമ്പോഴത്തേന് ഈ ഷോൾഡറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരും. അത് കൈക്കുഴി വെട്ടുന്നതിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഷോൾഡറിൽ നിന്ന് ബ്ലൗസിൻ്റെ ഷോൾഡർ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കൈക്കുഴി ഒരുപാട് ഫിറ്റായാലും ബുദ്ധിമുട്ടാണ്, ഒരുപാട് ലൂസായാലും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളൊരു നോർമൽ ഒരു അളവിനേക്കാളും ഒരു പോയിൻ്റ് ലൂസ് കൊടുക്കാം, അതിൽ ഫുള്ള് കൊടുക്കാൻ പാടില്ല. അപ്പോൾ കൈക്കുഴി ഒരുപാട് ഫിറ്റാകുമ്പോൾ കൈക്കുഴി ഇവിടെയൊക്കെ ഭയങ്കര മസിൽ പിടിച്ചിട്ട് ഫിറ്റായിട്ടിരിക്കും. അവർക്ക് ഈ കൈ ഇങ്ങനെ മസിൽ പിടിച്ച് ഈ ഭയങ്കര ടൈറ്റായിട്ട് ഇങ്ങനെ വലിയുമ്പോഴത്തേന് ഇവിടെ നിന്ന് ഇങ്ങോട്ടിങ്ങനെ ഇറങ്ങിപ്പോരും ബ്ലൗസ്. അപ്പോൾ കൈക്കുഴി കറക്റ്റായിട്ട് കട്ട് ചെയ്യാനായിട്ട് പഠിക്കുക. അപ്പോൾ അത് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ നോക്കാം. കൈക്കുഴി ഞാൻ ഈ ലൂസ് ഇട്ടത് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ഈ ഒരു പോയിൻ്റ്, അതായത് 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തതിന് ശേഷം എനിക്ക് 9.5 കിട്ടണം. നിങ്ങൾ ഇതേ രീതിയിൽ അളന്നിട്ട് നോക്കുക, നിങ്ങൾക്ക് 9.5 കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എനിക്കിവിടെ കറക്റ്റ് 9.5 ഇവിടെ വന്നിട്ടുണ്ട്. 9.5 വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ 6 ഇഞ്ച്, ഞാൻ ഫസ്റ്റ് 6 ഇഞ്ചാണല്ലോ കൈക്കുഴി എടുത്തത്. 6 ഇഞ്ച് എനിക്ക് കറക്റ്റാണ്. ഷോൾഡറിൻ്റെ അത്രയും 6.5 ഇഞ്ച് ഞാൻ ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് 6 ഇഞ്ച് ഷോൾഡർ ഞാൻ നോക്കട്ടെ, എത്രയാണെന്ന് നോക്കട്ടെ. ഷോൾഡർ 6.25 അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ 6, 6.5, 6.25 3 അളവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏതളവിലാണ് എനിക്ക് ഈ ഒരു റൗണ്ട് കറക്റ്റ് ആവുക? ചിലപ്പോൾ ഇവിടെ എനിക്ക് 9.5 കിട്ടിയില്ല, കുറവാണെന്നുണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വരിലോട്ട് പോകും. അതായത് ഇവിടെ നമ്മളിങ്ങനെ എടുക്കുന്ന ഈ ഒരു ഇത് അടുത്തതിലോട്ട് പോകും, ഇങ്ങനെ പോകും. അല്ല അതിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഇതിനു വേണ്ടി ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു 3 മാർക്കിംഗ് ഇട്ട് കാണിച്ചത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് 6ൽ കൈക്കുഴി 9.5 കിട്ടിയിട്ടുണ്ട്. ഇല്ല 6ൽ കിട്ടി, എനിക്ക് 9 കിട്ടുന്നില്ല, 6.5ലാണ് കിട്ടുന്നതെങ്കിൽ 6ലോട്ട് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യും. ഇല്ല 6.25 നമ്മൾ 6.25 ഇങ്ങനെ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ കൈക്കുഴി. പക്ഷേങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് 6ൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടി പറയുന്നതല്ല കേട്ടോ, അല്ലാതെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടി പറയുന്നതല്ല. ഇപ്പം ശോഭ ചേച്ചിയെ പോലെ ചെയ്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്രയും മാർക്കിംഗ് ഇട്ട് കാണിക്കുന്നത്. നമ്മളിപ്പം ഷോൾഡർ 5 ഇട്ടു, 5 നമ്മുടെ കൈക്കുഴി കിട്ടുന്നില്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾ 5.5 മാർക്ക് ചെയ്തിട്ട് 5.5ലോട്ട് ഇട്ടോ. 5.5 നിങ്ങൾക്ക് കിട്ടുന്നില്ല, 5.25 മാർക്ക് ചെയ്തിട്ട് 5.25ലോട്ട് കുറച്ചുകൂടി താഴ്ച എടുത്തോ. അപ്പം അതങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു മാർക്കിംഗ് ഇട്ട് കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെന്തിനാ ഇത്രയും മാർക്കിംഗ് എന്ന് വിചാരിച്ച് ടെൻഷനൊന്നും ആവണ്ട. ഇത് ബായ്ക്കാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതാണ് എനിക്ക് കറക്റ്റ്. ഈ ഫസ്റ്റ് 6 ഇഞ്ചിൽ എനിക്ക് കൈക്കുഴി കിട്ടിയിട്ടുണ്ട്. ആ കൈക്കുടെ ഭാഗത്ത് എനിക്ക് മെഷർമെൻറ്റിൻ്റെ നല്ലൊരു ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, 12 ഇഞ്ച്. അപ്പം ഈ ആളിൻ്റെ അടിവണ്ണം 37 വന്നിട്ടുള്ളത്. 37ൻ്റെ ഹാഫ്, അത് ടക്കൂടെ ഇടുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചേർത്തിടണം അല്ലേ. അപ്പോൾ നമ്മളിവിടെ ടക്ക് ബാക്കിൽ ഇടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഉദ്ദേശിച്ചിട്ട് വേണം താഴത്തെ വണ്ണം ക്രമീകരിക്കാനായിട്ട്. താഴെ 37ൻ്റെ പകുതി 9 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. അതായത് നമ്മൾ ടക്ക് ഇടുന്നില്ലെങ്കിൽ, ടക്ക് ഇടുന്നുണ്ടെങ്കിൽ 10 ഇഞ്ച് മാർക്ക് ചെയ്യും. ടക്ക് നമ്മൾ ഇടേണ്ടത് ഇതിൻ്റെ ആ ഒരു ബാക്കിൻ്റെ മിഡിൽ ഭാഗത്തോട്ടും. അത് നമ്മൾ 9 ഇട്ടിട്ടുണ്ടെങ്കിൽ 10 ഇഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മിഡിൽ ഭാഗത്ത് ടക്ക് നമുക്ക് മാർക്ക് ചെയ്യാം. ടക്ക് ബാക്കിൽ ടക്ക് ഇടുകയാണെങ്കിൽ നല്ല ബാക്ക് നല്ലൊരു പിടുത്തം ഉണ്ടാവും. ടക്ക് ഇട്ടാൽ ഒരു 1/2 ഇഞ്ച് അതിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടാൽ ആ 1/2 ഇഞ്ച് ഇവിടെ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റിൽ നിന്നും ഇങ്ങനെ മാർക്ക് ചെയ്ത് താഴെ വരുമ്പോൾ ചെറിയൊരു സ്ട്രെയിറ്റ് കൊടുക്കണം കേട്ടോ. ഈ ഒരു മാർക്കിങ്ങിലൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് വരച്ചാൽ താഴെ നമ്മൾ ഒരു പടി വെച്ചിട്ട് മടക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആവത്തില്ല. അതിനേക്കാട്ടും നല്ലത് ഇങ്ങനെ സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ ചെറിയൊരു ചായയിൽ ഒട്ടിയാൽ അത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് കറക്റ്റ് അളവ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമുക്കിവിടെ ഇത് കറക്റ്റ് അളവാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 12 ഇഞ്ച് 4 ഇട്ടേക്കുന്നത് ഇത് കറക്റ്റാണ്. പക്ഷേ താഴത്തേക്കുള്ള ലൂസ് ഇട്ടിട്ടില്ല. അപ്പോൾ 9 ഇഞ്ച് നമ്മൾ എത്രയാണ്, നമ്മുടെ 37ൻ്റെ പകുതി മാത്രമേ ഇട്ടിട്ടുള്ളൂ, ടക്കിനുള്ള ഇട്ടിട്ടുള്ളൂ. ഇവിടെ നിന്നും ബ്ലൗസിൻ്റെ ലൂസ് മാർക്ക് ചെയ്തിട്ടില്ല. അതായത് നമുക്കിവിടെ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമുക്ക് ഈ 12 ഇഞ്ചിൽ 11.5 ഇഞ്ച് മതി നമുക്ക് ശരിക്കും. ഇവിടെ 1 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ 11.5 ഇഞ്ചിൽ നിന്ന് വേണം ഇവിടേക്ക് മാർക്ക് ചെയ്യാൻ.
അത് ഞാൻ പറയാൻ മറന്നു. ഈ 11.5 ഇഞ്ചിന് മാർക്കിന് ശേഷം അതുപോലെ തന്നെ 1 ഇഞ്ച് മാറ്റി താഴെ ഇങ്ങനെ അളവ് കൊടുക്കണം. അല്ല ഈ 12 ഞാനിപ്പോൾ തെറ്റി മാർക്ക്, ഞാനിപ്പോൾ ഇത്രയും ചെയ്യുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളായിട്ട് പോലും 12 ഞാൻ അടിവണ്ണം കറക്റ്റ് മാർക്ക് ചെയ്തു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന നമ്മൾ ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ വന്നാലും വീണ്ടും എല്ലാം കൂടെ ക്ലിയർ ആണോ, ഇവിടെ തയ്യൽത്തും വിട്ടിട്ടുണ്ടോ, ഇവിടെ തയ്യൽത്തും ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 11.5 മതി. എനിക്ക് 12.5 ഫുള്ള് വന്നിരിക്കുന്നത്. 42 + 8 50, 50ൻ്റെ 4 ഇവിടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിനേക്കാൾ 1 ഇഞ്ച് കുറച്ച് മതിയല്ലോ നമുക്ക് 11.5 മതി. നമ്മുടെ കറക്റ്റ് അളവ് 11.5 ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് അളവ് ഇതാണ്. ഇതിന് തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മളിവിടെ 1 ഇഞ്ച്, ഇവിടെ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി കഴുത്ത് മാർക്ക് ചെയ്തതേ ഉള്ളൂ. ഈ കഴുത്ത് നമുക്ക് യു കഴുത്താണ് വെട്ടുന്നതെങ്കിൽ ഇവിടുത്തെ സെയിം അളവ് തന്നെ 3 ഇഞ്ച് തന്നെ ഇവിടെയും കൊടുക്കുക. അതായത് നല്ലൊരു യു കിട്ടാൻ വേണ്ടി അങ്ങനെ കൊടുത്തതിന് ശേഷം ഇവിടെ നമ്മൾ ഇവിടെ ചെറിയൊരു യു മാർക്ക് ചെയ്യുക. താഴെ ഒരു യു മാർക്ക് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്നും ചെറുതായിട്ട് അതൊരു മിഡിൽ ഭാഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മാറ്റിക്കോണം. ഈ ഒരു ചെറിയൊരു നല്ലൊരു റൗണ്ട് ഷേപ്പ് കിട്ടാൻ ഇവിടെ നിന്നും വരയുടെ വെളിയിലോട്ട് ചെറുതായിട്ട് പോയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കറക്റ്റ് ചെയ്യണം. വെളി വരെ ഒരുപോലെ എടുക്കും. അപ്പോൾ ഇത് ഞാനൊന്ന് നിങ്ങളെ നന്നായിട്ടൊന്ന് കാണിക്കാം. ഇത് മനസ്സിലായി കാണുമല്ലോ. ഇത് നമ്മൾ ഇത് ഇട്ടിരിക്കുന്നത് 1/2 ഇഞ്ച് ഇട്ടിരിക്കുന്നത്. അതുപോലെ കഴുത്തകലം 3 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഓരോ ഇഞ്ചിൻ്റെ കുറച്ചിട്ടാണ് നമ്മൾ ഷോൾഡറിൽ നിന്ന് 1.25 ഇഞ്ച് കുറച്ചിട്ടുണ്ട്. അപ്പോൾ കഴുത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു യു കിട്ടാൻ വേണ്ടി നമ്മൾ ഈ സ്ട്രെയിറ്റ് വരച്ചിട്ടുണ്ട്. വരച്ചതിൻ്റെ വെളിയിലൂടെ ചെറുതായിട്ട് എടുത്തിട്ട് നല്ലൊരു ഷേപ്പിൽ, ഇപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയൊരു ഷേപ്പിൻ്റെ കുറവുണ്ട്. ഇങ്ങനെ ഒന്നും കൂടി നല്ലൊരു യു ആക്കിയാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കണ്ടോ, കുറച്ചുകൂടെ ഒരു നല്ലൊരു ഭംഗിക്ക് നമുക്കിവിടെ ഒരു യു കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ മനസ്സിൻ്റെ കലാബോധമാണ് ആ യു എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി 2 ഇഞ്ച് വരെ സെയിം ഷോൾഡർ മതി, തയ്യൽ തുമ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ 2 ഇഞ്ചിലും പിന്നെയും കഴുത്ത് താഴ്ത്തി ഇത്രയും വരുമ്പോൾ ഓരോന്നിലും 4 ഇഞ്ച് 4 ഇഞ്ച് 4 ഇഞ്ച് 4 ഇഞ്ച് ഓരോ ഇഞ്ചിൽ നിന്നും 4 ഇഞ്ച് ഷോൾഡറിൽ നിന്ന് കട്ട് ചെയ്യണം. ഇവിടെ നമുക്ക് 1.25 കട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ടക്കിനുള്ള ഇട്ടിട്ടുണ്ട് 46 + 8 42 + 8 നമ്മുടെ വണ്ണം. പക്ഷേ ബ്രസ്റ്റ് 46 ആയതുകൊണ്ട് +2 ഇഞ്ച് ലൂസ് നമ്മൾ തയ്ച്ച് വരുമ്പോൾ ഇവിടെ 48 നമുക്ക് ഇത് ചെസ്റ്റ് വണ്ണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രസ്റ്റിൻ്റെ വണ്ണം +8 ഇഞ്ച് കൂട്ടേണ്ട ആവശ്യമില്ല. ബ്രസ്റ്റ് ഇത്രയും സൈസ് ഉണ്ടെങ്കിൽ കപ്പ് സൈസ് കൂട്ടിയാൽ മതി. ബാക്കി എല്ലാ മെഷർമെൻറ്റും ഇതുപോലെ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ഷോൾഡർ ഇട്ടേക്കുന്ന 6.25 വരെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 6, 6.5, 6.25. അപ്പോൾ ഇവിടുന്ന് 1.25 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്തു. ഈ 3 ഞാനിങ്ങനെ ഓരോ വരകൾ അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. 6 ഒരു വര, 6 ഒരു വര, 6.25. ഈ 6 എന്നുള്ള വരയിൽ എനിക്ക് കറക്റ്റ് 9 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റ്. നമ്മൾ 12.5 ഇഞ്ച് ഇട്ടു, 11.5 നമ്മുടെ അളവ്, 1 ഇഞ്ച് തയ്യൽ തുമ്പാണ്. ഇതെനിക്ക് തെറ്റിപ്പോയൊരു മാർക്കിങ്ങാണ്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ നിന്ന് ഞാൻ കറക്റ്റ് അളവിലോട്ട് മാർക്ക് ചെയ്തു. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഇത് കറക്റ്റ് അളവിൽ നിന്നും കറക്റ്റ് അളവിലോട്ട് മാർക്ക് ചെയ്യുക. അത് തയ്യൽ തുമ്പാണ്. തയ്യൽ തുമ്പ് അതേ തയ്യൽ തുമ്പ് താഴെ കൊടുക്കുക. താഴെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇങ്ങനെ നേരെ വെട്ടരുത്. ഒരിക്കലും ഇങ്ങനെ ചരിച്ച് വെട്ടാതെ എപ്പോഴും നമ്മളിവിടെ വന്നിട്ട് നമുക്കിവിടെ ഒരു പീസ് പിടിപ്പിക്കുന്നതല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ വെട്ടാതെ ചെറിയൊരു ചായ കൊടുത്ത് വെട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ പിടിപ്പിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബാക്കിൽ ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാം.
ഓരോ ഭാഗങ്ങളും നമ്മൾ ഇവിടെ അടിച്ചു പോകേണ്ട ഭാഗം മാർക്ക് ചെയ്തു. നമ്മളിത് കറക്റ്റ് മെഷർമെൻറ്റ് ഇതൊക്കെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കൂർത്ത് വരുമല്ലോ. നിങ്ങളിങ്ങനെ എടുത്ത് കഴുത്ത് വെട്ടി വരുമ്പോൾ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഒരു ഇതിനേക്കാളും കൂർത്ത് കാണുന്നില്ലേ, അതിനെ ചെറുതായിട്ടൊന്ന്, അതൊക്കെ ഇതിന് പറയാൻ ആരും അങ്ങനെ പറഞ്ഞു തരുന്നില്ല, ചെറുതായിട്ടൊന്ന് ഈ കൂർത്ത ഭാഗം വന്നുള്ള പ്രശ്നം വെച്ചാൽ കഴുത്ത് അത്രയും ലൂസായിട്ട് നിൽക്കും. ഈ ഒരു ഭാഗം ഇങ്ങനെ ചെറിയൊരു പോയിന്റ് ഞാൻ കളഞ്ഞിടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കഴുത്ത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ ഈ ഒരു ഭാഗം കൂർത്ത് നിൽക്കാൻ സാധ്യതയുണ്ട്. ആ കൂർത്ത് നിൽക്കുന്ന അത്രയും ആ ഒരു പീസിനെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ലെവലാക്കി. അല്ല അങ്ങനെ കൂർത്ത് നിന്നാൽ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗം ലൂസായിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. കഴുത്ത് ഒന്നുകൂടി നല്ല പിടുത്തം വേണമെങ്കിൽ അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതിനിയും നമ്മൾ ഫ്രണ്ട് വെട്ടാനായിട്ട് പോകണം. ഇപ്പം ഞാൻ കൈ കട്ട് ചെയ്യുന്നില്ല, കൈ കട്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് നോക്കട്ടെ. അതായത് ഫ്രണ്ടാണല്ലോ വേണ്ടത്, ബാക്കും ഫ്രണ്ടും എങ്ങനെയാണെന്നുള്ളത് കാണിക്കും. അപ്പോൾ ഫ്രണ്ട് കട്ട് ചെയ്യാനായിട്ട് സെൻട്രൽ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സ്ലീവ് എടുക്കുന്നത് ഈ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തതിന് ശേഷം ഈ തുണി അല്പം കുറവാണ്, നോക്കട്ടെ. ഇത് സ്ലീവിന് ചെറിയൊരു സ്ലീവ് എടുക്കാൻ കാണുമായിരിക്കും, ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട് പോർഷനിൽ എടുത്ത് വെച്ച് ക്രോസ് പീസിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് നല്ല കപ്പ് സൈസ്, ഞാനിതിൻ്റെ കപ്പും കൂടെ ഒന്ന് ഇട്ട് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് ഈ ബ്ലൗസ് പീസ് എടുത്തു ഫ്രണ്ട് പോർഷനിലേക്ക് നമ്മൾ വെച്ചു. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം, നിങ്ങൾ ചെയ്തതിനേക്കാളും വ്യത്യാസം ഞാൻ എപ്പോഴും പറയില്ല, ഈ ഒരു ഭാഗം കുറച്ച് നന്നായിട്ട് ഈ ബ്ലൗസിനെ ഒന്ന് നോക്കി ഞാൻ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ, സാധാരണ ഈ ബ്ലൗസ് വരുവാണെങ്കിൽ ഇങ്ങനെ നേരെ ഇരിക്കണം. ഈ ബ്ലൗസിന് താഴ്ഭാഗത്ത് അല്പം വെള്ളോട്ട് ചരിച്ചപ്പോൾ ഓൾറെഡി ഒരു ക്രോസ് ആയി ഫ്രണ്ട് പോർഷൻ. ബ്ലൗസിനെ വെച്ച രീതി നിങ്ങളൊന്ന് കാണുക. ഇപ്പോൾ ഈ ബ്ലൗസ് ഇരിക്കുന്നത് കണ്ടോ, ഈ ബ്ലൗസ് ഞാൻ സൈഡിലോട്ട് ചരിച്ചാണ്, ഈ ഒരു ഭാഗം അങ്ങോട്ട് ചരിച്ച് വെച്ചിരിക്കുകയാണ്. ഫ്രണ്ട് ഭാഗം കണ്ടോ, ഇത് നേരെ ഇരിക്കണമെങ്കിൽ ഈ ബ്ലൗസ് ഇങ്ങനെ ഇരുന്നെങ്കിലേ നേരെ ആകത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്തു, ഈ ബ്ലൗസിൻ്റെ ഈ ഭാഗത്തെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ചരിച്ചു. എന്തിനാണെന്നറിയാമോ, നമുക്ക് ക്രോസ് ആവാൻ, നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒന്ന് ക്രോസ് ആവാൻ വേണ്ടി. ആ ബ്ലൗസ് ഇത്രയും ബ്രസ്റ്റുള്ള ആൾക്ക് ആ ക്രോസ് പീസ് ഇവിടെ തന്നെ, നമ്മൾ പ്രത്യേകിച്ച് അല്ലാതെ ക്രോസ് എടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ക്രോസ് മതി. ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ ആ ബ്ലൗസ് ചെറിയൊരു ക്രോസ് ആയിട്ടുണ്ട്. ഇത്രയും സ്പേസ് എന്തിനാണെന്നുള്ളത് ഇട്ടിരിക്കുന്നത് ഞാൻ പറയാം, കപ്പ് സൈസിന് വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വരത്തക്ക രീതിയിൽ നമ്മൾ ഫ്രണ്ട് എടുത്ത് ബാക്കിൽ വെച്ചു. ഫ്രണ്ട് അങ്ങനെ ബാക്കിലെടുത്ത് വെച്ചതിന് ശേഷം ഫ്രണ്ടിൻ്റെ ഷോൾഡർ, ഈ ഒരു ഭാഗം ഇങ്ങനെ സ്ട്രെയിറ്റ് ആവുന്നത് കേട്ടോ. ഇത്രയും സ്പേസ് ഈ സ്ട്രെയിറ്റ് വേണ്ട സ്ഥാനത്താണ് ഇതിനെ ഞാൻ അങ്ങോട്ട് നീക്കി ഇട്ടത്. അപ്പോൾ കൈക്കുഴി മാർക്ക് ചെയ്തു, ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ സൈഡൊക്കെ മാർക്ക് ചെയ്തു. നമ്മൾ ഇതിനേക്കാട്ടിലും തയ്യൽ തുമ്പ് കൂടുതൽ വേണമല്ലോ, ഇവിടെ ടക്ക് പോകുന്നുള്ളതുകൊണ്ട്. അപ്പം തന്നെയല്ല, ബാക്കിൻ്റെ കറക്റ്റ് അളവാണ് ഫ്രണ്ടിൽ നമുക്ക് ടക്ക് വരുന്നത് കൊണ്ട് സ്പേസ് കൂടുതൽ വേണം. അപ്പോൾ ഇതിനേക്കാട്ടിലും വണ്ണമുള്ളത് കൊണ്ട് ഞാൻ 1.5 ഇഞ്ചോളം ഇവിടെ കൂടുതൽ ഇടുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇവിടെ നമ്മൾ ഇതിനേക്കാട്ടിലും 1/2 ഇഞ്ച് കൂടുതലിട്ടാൽ മതി. കക്ഷക്കുഴിയുടെ അവിടെ നിന്ന് 1/2 ഇഞ്ച് കൂടുതലിട്ടാൽ മതി, 1.5 ഇഞ്ചൊന്നും വേണ്ട. 1.5 ഇഞ്ച് വേണ്ടത് താഴെയാണ്. അപ്പോൾ ഇതിന് ഞാനൊന്ന് എടുത്ത് മാറ്റാം. ഇനിയും നമുക്ക് ഇതിനകത്ത് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് കഴുത്തിൻ്റെ ഇറക്കവും കാര്യങ്ങളൊക്കെ നോക്കാം. 7.5 ഇഞ്ചാണ്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. 7.5 ഇഞ്ചാണ് ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം. അപ്പോൾ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമുള്ള 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ പോയിൻ്റ് വന്നിരിക്കുന്നത്, അത് ബസ്റ്റ് ഈ ഷോൾഡറിൽ നിന്ന് ഈ പോയിൻ്റ് വന്നിരിക്കുന്നത് 12ആണ്. ഈ പോയിൻറ്റിൻ്റെ ഇറക്കം 12. അവിടെ നിന്നുള്ള താഴ്ച ഫുള്ള് ഈ ഒരു താഴ്ച വന്നിരിക്കുന്നത് 14.5 ഇഞ്ചാണ്. അപ്പം ഞാൻ പോയിൻ്റ് 12 ഇഞ്ച് മുകളിലത്തെ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷമുള്ള 12 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴോട്ട് വന്നിരിക്കുന്നത് 14 ഇഞ്ചാണ്. തയ്യൽ തുമ്പൂടെ കൂട്ടി 15 ഇഞ്ച് മാർക്ക് ചെയ്തു. കാരണം താഴത്തെ പടിയുമായിട്ട് ജോയിൻറ്റ് വരുമ്പോൾ നമുക്കിവിടെ 1/2 ഇഞ്ച് പോകുമല്ലോ. അപ്പോൾ 15 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടുത്തെ ചെയ്യുന്ന ടെക്നിക്ക് ഒന്ന് കാണുക. ഈ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഇതാണല്ലോ നമ്മുടെ കഴുത്ത്.
ഇത് നമ്മുടെ കഴുത്ത്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇതാണ് ഇത് നമ്മുടെ കഴുത്ത്. ഇത് ഒതുങ്ങിയ കഴുത്തായിരിക്കും. അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് ഇതാണ് നമ്മുടെ കറക്റ്റ് മെഷർമെൻ്റ് അളവ്. അവിടെ നിന്ന് ഇവിടെ നിന്ന് നമ്മുടെ തുണിയുടെ മാക്സിമത്തിലേക്ക് ചരിച്ചൊരു മാർക്ക്. കഴുത്തിന് വേണമെങ്കിൽ ഒരു പോയിന്റ് തയ്യൽ തുമ്പായിട്ട് 1/2 ഇഞ്ച് ഒന്നും ഇടരുത്. കഴുത്ത് ലൂസായിപ്പോൾ ചെറിയൊരു പോയിന്റ് മാത്രം ഇവിടുന്ന് കൊടുത്തോണ്ട് ഇങ്ങനെ ഇത്രയും മാക്സിമം നമുക്ക് ആ തുണിയുടെ സ്പേസിൽ ലൂസിലോട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇത്രയും സ്പേസ് ഇവിടെ കിട്ടി. ഈ ഒരു ബ്രസ്റ്റ് കവർ ചെയ്യാനായിട്ട് ഇവിടെ സ്പേസ് കിട്ടി. അതുപോലെ തന്നെ ഇതിനെ ഒന്ന് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്യും. ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ സൈഡിലത്തെ മാർക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈഡ് നല്ല സ്പേസ് വേണമല്ലോ. ഇത്രയും വണ്ണവും ബ്രസ്റ്റും ഉള്ളവരായതുകൊണ്ട് താഴത്തെ പടിയുടെ അളവ് കുറച്ച് മതി. ഒരുപാട് പടി കൊടുക്കേണ്ട ആവശ്യമില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരുപാട് വണ്ണം ഉള്ളവർക്ക് ഈ താഴെ നമ്മൾ ബ്ലൗസിൽ താഴത്തുള്ള പടിയുടെ വീതി കുറച്ച് കൊടുക്കണം. ഫ്രണ്ട് വീതി ഈ സൈഡിലത്തെ വീതി കുറച്ച് മതി. അവർക്ക് ഇത്രയും ബ്രസ്റ്റ് ഉള്ളത് കൊണ്ടും വയറൊക്കെ ഉള്ളത് കൊണ്ട് വലിയ വീതിയുള്ള പടി കൊടുത്താൽ പോലും അത് മടങ്ങി ഇങ്ങ് പോരും. അതുകൊണ്ട് പടിയുടെ വീതി ഒന്ന് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ സ്പേസ് നമുക്ക് ഈ ഒരു ബാക്കിൻ്റെ അളവ് വെച്ച് നമ്മളങ്ങനെ മാർക്ക് ചെയ്തു കണ്ടല്ലോ. ആ മാർക്കിംഗ് ആണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വിട്ടിരിക്കുന്നത്. ഇവിടെ പടിവീതി കുറച്ച് മതിയുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു മാർക്കിംഗ് കൊടുത്തവർക്ക് പടിവീതി കുറച്ച് മതി. അതിൽ കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ നമ്മൾ 14 ഇഞ്ച് ഇറക്കം കൊടുത്തു. ഇവിടെ സ്ട്രെയിറ്റ് ഒരു വര കൊടുത്തു. ഇനി ഇവിടെ നിന്ന് എങ്ങനെയാണ് ഈ ഒരു സ്പേസ് ഈ കപ്പിൻ്റെ സ്പേസ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത്രയും വണ്ണമുള്ള ചേച്ചി ആയതുകൊണ്ട് ഞാനിത് ഇവിടെ ഒരു 1 ഇഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സാധാരണ നമ്മൾ 1.5 ഇഞ്ചൊക്കെ കൊടുക്കാറുണ്ട്. ഇവിടെ 1 ഇഞ്ച് മാത്രമേ കൊടുത്തുള്ളൂ. അതുപോലെ തന്നെ ആ 1 ഇഞ്ച് കൊടുത്തത് നമ്മൾ ഈ ഒരു വരച്ച വരയോട് ചേർത്ത് ഇങ്ങനെ ഒരു വര കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ സ്പേസ് നന്നായിട്ട് കിട്ടുന്നുണ്ട്. 4.5 ഇഞ്ചാണ് പോയിൻ്റ് 4.5 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രസ്റ്റിൻ്റെ അകലം 4.5 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തയ്യൽ തുമ്പ് ചേർത്തിട്ട് 5 ഇഞ്ച് വേണം. അപ്പോൾ നമുക്ക് 4.5 പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ചേർത്ത് തയ്യൽ തുമ്പ് ഇവിടെ പോകുമല്ലോ. അപ്പോൾ തയ്യൽ തുമ്പിൻ്റെ ബാക്കി 4.5 പോയിൻറ്റ് നമുക്കിപ്പോൾ കറക്റ്റ് 4.5 വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു തയ്യൽ തുമ്പ് ചേർത്ത് ഒരു 1/4 ഇഞ്ച് ഞാൻ നീക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല എങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് 4 ഇഞ്ച് മാർക്കിന് ശേഷം അങ്ങോട്ട് മാറ്റി കുറച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് 4.5 കിട്ടുന്നുണ്ടോ നോക്കുക. തയ്യൽ തുമ്പും കൂടെ ചേർക്കുക. അത്രമാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. 4.5 കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് അതിനൊരു തയ്യൽ തുമ്പ് ഇവിടെ പോകുമല്ലോ. തയ്യൽ തുമ്പ് പോയി കഴിയുമ്പോൾ 4 കറക്റ്റ് 4 ഇട്ട് കഴിഞ്ഞാൽ തയ്യൽ തുമ്പ് ഇവിടെ പോയി കഴിയുമ്പോൾ നമുക്കത് 1/2 ഇഞ്ച് ഇവിടെ 1/4 ഇഞ്ച് എടുക്കത്തുള്ളൂ. 4.25 കിട്ടത്തുള്ളൂ. അപ്പോൾ അവർക്ക് ബ്രസ്റ്റ് അടുത്ത് പോകും. അപ്പോൾ നമ്മൾ 4.5 ഇഞ്ച് മാർക്ക് ചെയ്ത് 5 ഇഞ്ചിലേക്ക് മാറ്റി ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ അവരുടെ ബ്രസ്റ്റിൻ്റെ അകലം കുറച്ച് അങ്ങോട്ട് നീങ്ങിയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ മെയിൻ ടക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അപ്പോൾ ഇനി സൈഡിലോട്ട് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരു 2 ഇഞ്ച് വരെല്ലാം പടി താഴെ മതിയുള്ളത് കൊണ്ട് ഇവിടെ നമുക്കൊരു ഈ മാർക്കിങ് കൊടുക്കാം. ഇത്രയും മതി. കാരണം ഞാൻ ബാക്ക് വെച്ചിട്ട് പടിയുടെ അകലം കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വെച്ചത് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ സൈഡ് കൊടുത്തുകൊണ്ട് അവിടേക്ക് ഒരു വരച്ചു. ഇത്ര നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുത്തെ ടക്ക് ഈ ഒരു പോയിന്റിന് നേരെ ഒരു ടക്ക്. അതുപോലെ ഇവിടെ നമുക്ക് ഇവിടുന്ന് 1.5 ഇഞ്ച് ഇവിടുന്ന് 1.5 ഇഞ്ച് എന്നുള്ളത് ഒരു 1.25 സാധാരണ നമ്മൾ ഇവിടുന്ന് 1.5 ഇഞ്ച് ഇവിടുന്ന് 1.5 ഇഞ്ച് നമ്മൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഓരോ 1.25 കൊടുക്കാം. കാരണം ബ്രസ്റ്റ് സൈസ് കൂടുതലാണിത്. പിന്നെ ഇവിടെ ചെയ്യേണ്ട ഒരു ടെക്നിക്കാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ ബ്രസ്റ്റ് ഉള്ളവർ ഇവിടെ നിന്ന് നമ്മളിപ്പോൾ ഇങ്ങനെയല്ലേ വരച്ചത്. അപ്പോൾ ഈ സ്പേസ് നമ്മൾ പറയുന്നത് ഇവിടെ 14.5 1/2 ഇഞ്ചിൽ കൂട്ടി 15 ഇട്ടിട്ടുണ്ട്. പക്ഷേ അവിടെ കുറച്ചുകൂടെ ഒന്ന് കുഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒരു കുഴി കൊടുക്കുക. ഈ സ്പേസ് ഇത് നിങ്ങൾക്ക് 14.5 നമ്മൾ ഇട്ടിട്ടുണ്ട്. ഈ സ്പേസ് അകത്ത് കയറിപ്പോക്കോളും. ബാക്കി പഠിക്കുള്ളൂ. എന്നാലും നിങ്ങളുടെ കറക്റ്റ് മെഷർമെൻ്റ് ആയിരിക്കും. നമുക്ക് ഈ ഒരു കറക്റ്റ് ഇതിലിട്ടാൽ അവർ ഫ്രണ്ട് കുറച്ചുകൂടെ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഈ മാർക്കിങ്ങിന് ശേഷം ഇവിടെ നിന്ന് കുറച്ചുകൂടെ താഴോട്ട് മാറ്റി. കാരണം ഈ ഒരു മെയിൻ ടക്കിന് വേണ്ടി കുറച്ചുകൂടെ സ്പേസ് നിങ്ങൾ എടുക്കുക.
ഈ സ്പേസ് എടുത്തിട്ട് ഇത് മെയിൻ ടക്ക് ഇട്ട് കഴിയുമ്പോൾ നന്നായിട്ട് കപ്പ് കിട്ടും. നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. കറക്റ്റ് മാർക്ക് ചെയ്തു അതിനേക്കുള്ള അരേഞ്ച് താഴ്ത്തിയെടുക്കുക. എന്താ ബ്രസ്റ്റ് ഉള്ളവർക്ക് കുറച്ച് ഇങ്ങനെ താഴ്ത്തിയെടുത്താൽ കുറച്ച് നന്നായിട്ട് ആ കപ്പ് സൈസ് വലുപ്പത്തിലും നല്ല സ്പേസിൽ കിട്ടും. അപ്പോൾ ഈ ടക്ക് ഇട്ടു, ഈ ഒരു മെയിൻ ടക്ക് കിട്ടും. ഇനി നമുക്ക് കക്ഷക്കുഴി എന്നുള്ള ടക്കാണ് വേണ്ടത്. ഈ പോയിൻ്റിൽ നിന്ന് കക്ഷക്കുഴിയുടെ മിഡിൽ ഭാഗത്ത്, കക്ഷക്കുഴിയുടെ ഇത് കക്ഷക്കുഴിയാണല്ലോ, അതിൻ്റെ മിഡിൽ ഭാഗത്തു നിന്ന് ഈ പോയിന്റിലേക്ക് സ്കെയിൽ വെച്ചിട്ട് 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു മാർക്കിങ്. ഈ ഗ്യാപ്പ് തമ്മിൽ 1.5 ഇഞ്ച് മാർക്കിങ് വേണം. ഈ കക്ഷക്കുഴി ബാക്ക് കക്ഷക്കുഴിയാണല്ലോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് കക്ഷക്കുഴി നമ്മൾ 1/2 ഇഞ്ച് മാറ്റി, 1/2 ഇഞ്ച് കൈക്കുഴി അവിടെ നിന്ന് മാറ്റി ഇവിടുന്ന് തുണിയെടുത്ത് ഇവിടെ നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് പോയിന്റ് കറക്റ്റ് തുടങ്ങുക. പിന്നെ അതിന് ശേഷം വരുന്ന ചെറുതായിട്ട് എടുത്ത് ഇവിടെ വരുമ്പോൾ 1/2 ഇഞ്ചോളം കൂടുതലെടുക്കണം. പിന്നെ നമ്മൾ ഇവിടെ നല്ലതായിട്ട് എടുത്ത് തന്നെ വന്ന് കയ്യിലോട്ട് പോകുമ്പോൾ കുറച്ച്. ഇതാണ് നമ്മുടെ കൈക്കുഴിയുടെ ഒരു മെഷർമെൻറ്റ്. വരച്ച് കാണിക്കാം. ഇത് ഞാൻ നന്നായിട്ട് സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മൾ ബാക്ക് കൈക്കുഴി, ഫ്രണ്ട് കൈക്കുഴി എടുക്കുമ്പോൾ നമ്മൾ ഇവിടുത്തെ സ്പേസ്, അതായത് ചിലർക്ക് ഇവിടെ ചുളുക്കം വരുമെന്ന് പറയല്ലോ നമ്മുടെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ ആ ചുളുക്കം വരാതിരിക്കാൻ ഇവിടെ നിന്നും ഈ ഷോൾഡറിൽ നിന്നും ചെറുതായിട്ട് ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ചോ 1/2 ഇഞ്ച് നീങ്ങിയതിന് ശേഷം ചെറുതായിട്ട് തുണിയെ എടുക്കണം. 1/4 ഇഞ്ച് 1/2 ഇഞ്ച് ഇങ്ങനെ 1/2 ഇഞ്ചോളം ഇവിടെ വന്നിട്ട് പിന്നെ 1/2 ഇഞ്ച് കൂടെ പോയി ഇങ്ങോട്ട് വന്നിട്ട് 1/4 ഇഞ്ച് തീർത്തും ഇവിടെ വരുമ്പോൾ തീർത്തും ഈ വരയിൽ വന്ന് എത്തുക. അപ്പോൾ ഇത്രയുണ്ട്. പിന്നെ ഇവർക്കിപ്പോൾ ഇവിടെ നമുക്ക് സ്പേസ് കുറച്ച് കൂട്ടിക്കുണ്ട്. ഞാൻ പറയുന്നത് വണ്ണമുള്ളവർക്ക് ടക്കിന് ഫ്രണ്ട് പോർഷൻ എങ്ങനെ വേണമെന്നുള്ളത്. ഇവിടെ ടക്ക് നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ അകലം കുറച്ചുകൂടെ കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് ടക്ക് കൊടുക്കാം. അതായത് ഇങ്ങനെ ടക്ക് കൊടുക്കാം. ഇങ്ങനെ ഒരു ടക്ക് കൊടുത്താൽ അവിടെ നിന്നും കുറച്ച് സ്പേസ് ഫ്രണ്ടിലോട്ട് കിട്ടുകയാണ്. അപ്പം നമ്മുടെ ഈ ടക്ക് ധാരാളം ഇത്രയും സ്പേസിൽ ടക്ക് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് ഫ്രണ്ടിൻ്റെ അളവ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം നോക്കി ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് ടക്ക് കൊടുത്തു, അത്രയും കൂടെ സ്പേസ് ഫ്രണ്ടിലോട്ട് തുണിയുടെ ആ തുണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നന്നായിട്ട് നല്ല ടക്ക് ഇട്ട് കൊടുത്തു, താഴേന്ന് കൊടുത്തു. ഇത്രയും കിട്ടുമ്പം തന്നെ ഈ ആളിൻ്റെ ഫ്രണ്ട് നന്നായിട്ട് കിട്ടും. ഫ്രണ്ടിന് വേണ്ടി 46 ഉണ്ട് അല്ലെങ്കിൽ 48 ഉണ്ട് വിചാരിച്ചിട്ട് ഇവിടുത്തെ അളവൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഈ അളവുകൾ കൂട്ടിയാൽ മതി. അതായത് ഈ ടക്കിൻ്റെ അളവിനെ കൂട്ടുക, ടക്ക് ഇവിടുന്ന് കൂടെ ഒരെണ്ണിട്ട് കൊടുക്കുക. പിന്നെ ഈ സ്പേസ് ഈ താഴോട്ട് കുറച്ച് സ്പേസ് എടുത്തിട്ട് ടക്ക് നന്നായിട്ട് നിൽക്കത്തക്ക രീതിയിൽ ഫ്രണ്ട് നന്നായിട്ട് സ്പേസ് കൊടുക്കുക. ഓക്കെ. ഇനിയിപ്പോൾ ഈ കഴുത്ത് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അതും കഴുത്ത് ഇങ്ങനെ വന്നിട്ട് മേളിൽ നിന്ന് ഒരുപോലെ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഒരു നല്ലൊരു ഷേപ്പ് കൊടുക്കും. ഇതാണ് ഞാൻ പറഞ്ഞത് കഴുത്ത്. ഇതുപോലെ നമ്മൾ വരച്ചു. ആദ്യം വരച്ച കഴുത്താണിത്. അത് ഒതുങ്ങിപ്പോയി. ആ കഴുത്തിനെ ഒതുങ്ങിപ്പോയി വെച്ചാൽ ആ കഴുത്ത് ആ ഒരു റൗണ്ടിൽ ഇത്രേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ കഴുത്തിന് നല്ലൊരു ഷേപ്പ് ഇങ്ങനെ മേളിൽ നിന്ന് എടുത്തു. പക്ഷേ അത് ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ചെറിയൊരു അകൽച്ച കൊടുത്തതിന് ശേഷം നല്ലൊരു റൗണ്ടാക്കി ഇവിടെ കൊണ്ടുവന്നു. ഇതാണ് ഞാൻ പറഞ്ഞ കഴുത്തിന് ഒരു പോയിൻ്റ് തയ്യൽ തുമ്പി ഇടാവും. ബാക്കി നമ്മുടെ കറക്റ്റ് മെഷർമെൻറ്റ് ആ ബാക്കി വെച്ച അളവ് ഇതാണ്. പക്ഷേ നമ്മൾ ഇത്രയും സ്പേസ് ഇവിടെ കൂടുതൽ എടുത്തിരിക്കുകയാണ്. ഫ്രണ്ട് പോർഷൻ കൂടുതൽ വേണ്ടിയുണ്ട്. ഇവിടെ നിന്ന് 1 ഇഞ്ച് മാത്രമേ കയറ്റിയിട്ടുള്ളൂ. അങ്ങനെ വന്നതിന് ശേഷം നമ്മൾ പോയിൻ്റ് 12 മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മുടെ 14 1/2 ഇഞ്ച് 15 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. പക്ഷെങ്കിൽ ഇവിടെ ഞാൻ പറഞ്ഞത് കുറച്ച് സ്പേസ് കൂടെ കൂടുതലിട്ട് ഇത് ടക്കിനകത്ത് കയറിപ്പോകുന്ന ഭാഗമാണ്. അപ്പോൾ അതിനുശേഷം ഇങ്ങോട്ട് വന്ന് ഇതാണ് നമ്മുടെ കറക്റ്റ് ബാക്കുമായിട്ട് വെച്ച അളവ്. ഇവിടോട്ട് വന്ന് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യാം. ഇവിടെ കുറച്ച് സ്പേസ് കുറച്ചുകൂടെ തുണി ഞാനിവിടെ കൂടുതൽ കൊടുത്തുകൊണ്ട് ഇവിടെ ടക്കിട്ടതിന് ശേഷം 3 ടക്ക് ഇട്ടു. കൈക്കുഴി വരുന്നു. ഇത് ഷോൾഡർ കറക്റ്റ് ചെയ്തു. ഷോൾഡർ അവിടുന്ന് ഇത് കറക്റ്റ് ബാക്കിൻ്റെ കൈക്കുഴിയാണ്. ഷോൾഡറിൻ്റെ അവിടുന്ന് ഫ്രണ്ട് കൈക്കുഴി ഇത്രയും ഇവിടെ നിന്നേ കുറച്ച് പിടിക്കണം ഞാൻ പറയാം. അല്ലെങ്കിൽ ഇവിടെ ഓരോരുത്തർക്ക്
ചുളുക്കം വരുന്നുണ്ടെന്ന് പറയുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ചുളുക്കം വരാതിരിക്കാൻ ഇവിടെ ഇങ്ങോട്ട് മാത്രമല്ല അരയിഞ്ച് കൂട്ടിയെടുക്കേണ്ടത്. ഇവിടെ നിന്ന് തുടങ്ങി കുറച്ച് ഒരിഞ്ചോളം മുന്നോട്ട് വരുമ്പം കാലിഞ്ച് നിങ്ങൾ കൂടുതൽ കട്ട് ചെയ്തെടുത്ത് അരയിഞ്ചിലോട്ടാക്കി അരയിഞ്ചിലിങ്ങനെ പോയി കാലിഞ്ചായി നമ്മളൊന്ന് കറക്റ്റ് ഇടയ്ക്ക് ചെയ്തു. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ബാക്ക് വെച്ച് ഫ്രണ്ടിൽ വെട്ടുമ്പോൾ ഇവിടെയും നമുക്ക് ഈ ടക്കിലിടാനുള്ള 1.5 ഇഞ്ചാണോ 1.25 ഇഞ്ചാണോ ഇവിടെ സ്പേസ് കൂടുതലിടണം. അതായത് ഇവിടെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്, ഞാൻ മാർക്ക് ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇവിടെ സ്പേസ് കൂടുതൽ വേണം. അതുപോലെ തന്നെ ഇങ്ങനെ വെട്ടുന്നവർക്ക് ഇവിടെയും കൂടെ സ്പേസ് കൂടുതൽ കൊടുക്കാമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രണ്ട് ടക്ക് ഇട്ടെന്ന് കാണിക്കാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ടക്കിനുള്ള ഓരോന്നും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പം കൈനീളമാണ് പറഞ്ഞിരിക്കുന്നത്. കൈനീളം 8 ഇഞ്ചാണ് പറഞ്ഞിരിക്കുന്നത്. 8 ഇഞ്ച് കൈനീളം. ഇപ്പം തുണിയെ 8 ഇഞ്ച് കൈനീളമുണ്ട്. ഇവിടെ കൈ തന്നെ നമ്മൾ മടക്കായതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് 1.5 ഇഞ്ച് കൂട്ടുക, 9 ഇഞ്ച് കൊടുക്കാം. നിങ്ങളിപ്പോൾ മടക്കുന്നത് ചിലരിപ്പോൾ ഇവിടെ കൈ മടക്കുന്നത് 8 ഇഞ്ചിന് പകരം ഇവിടെ ഇപ്പം ഞാനിവിടെ 1 ഇഞ്ച് മടക്കാൻ ഇട്ടിരിക്കുന്നത് 1.25 ഇഞ്ച് കൊടുക്കാം. കാരണം ആദ്യം ഒരു ഫോൾഡിങ് കൊടുത്തിട്ട് തേരുവശം അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഫോൾഡിങ് കൊടുക്കുമല്ലോ, 1/4 ഇഞ്ച് കൊടുത്തിട്ടാവില്ല. അപ്പോൾ നമുക്കിവിടെ 1.25 ഇട്ടിട്ട് ബാക്കി തയ്യത്തും വിടാം. അപ്പോൾ ഇതിനിപ്പോൾ തേരുവശമാണ് സൈഡ്, അതുകൊണ്ട് നമുക്ക് 1.5 ഇഞ്ച് ഇട്ടാൽ മതി. അപ്പോൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴ്വശത്ത് നമ്മൾ 9 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴത്തെ കൈവണ്ണം വന്നിരിക്കുന്നത് 13 ഇഞ്ചാണ്. 13ൻ്റെ പകുതി 6.5. കൈവണ്ണമൊക്കെ കറക്റ്റ് ലൂസ് ഇട്ടാണ് എടുത്തിട്ടുള്ളതെങ്കിൽ ആ കറക്റ്റ് വണ്ണം ഇട്ടാൽ മതി. കറക്റ്റ് ടൈറ്റിലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ ഒരു 1/4 ഇഞ്ച് ലൂസ് കൊടുക്കണം കേട്ടോ. പക്ഷേ കൈവണ്ണം എപ്പോഴും നമ്മൾ എടുക്കുമ്പം അവർക്ക് ആവശ്യം വേണ്ട ലൂസ് കൈവണ്ണം എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചെടുക്കുന്നതിനേക്കാൾ നല്ല കൈ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ കൈ ഒന്ന് മടക്കി പിടിച്ചിട്ട് എടുക്കുമ്പോൾ അവർ കറക്റ്റ് വണ്ണം കിട്ടും. അല്ല അവർ ചിലപ്പോൾ ഇങ്ങനെ ലൂസാക്കി പിടിച്ചിട്ട് എടുക്കുമ്പോൾ വണ്ണം കുറവായിരിക്കും, പക്ഷെ അവരിടാൻ നോക്കുമ്പോൾ അവർക്ക് ടൈറ്റ് ആയിരിക്കും. അതുകൊണ്ട് കൈ എപ്പോഴും ഇടുമ്പോൾ നമ്മൾ കൈ തന്നെ ഈ ഒരു ഇങ്ങനെ കൈ ഒന്ന് മടക്കി പിടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ മസിലിൻ്റെ എല്ലാം കൂടെ കറക്റ്റ് ഫിറ്റിങ്സ് ഇവിടെ വരും. അപ്പോൾ ആ റൗണ്ട് കറക്റ്റായിരിക്കും. ആവശ്യത്തിന് വണ്ണം കറക്റ്റ് മെഷർമെൻറ്റിൽ എടുക്കാൻ നോക്കുക. ടൈറ്റ് എടുത്തിട്ട് പിന്നെ ലൂസ് ഇടാമെന്നൊന്നും വിചാരിക്കേണ്ട. അവർക്ക് എത്രയാണോ കൈയുടെ ബ്ലൗസിന് ലൂസ് വേണ്ടത് അത് ചോദിച്ച് ആ വണ്ണം എടുക്കുകയാണെങ്കിൽ കറക്റ്റ് വണ്ണം ഇട്ടാൽ മതി. ഇപ്പോൾ കറക്റ്റ് വണ്ണം 13 വിചാരിച്ചിട്ടുകൊണ്ട് ഞാൻ 6 ഇഞ്ച് തന്നെ ഇടുകയാണ്. ഇത് നമ്മുടെ 1 ഇഞ്ച് മടക്കിനുള്ള ഭാഗമാണ്. പിന്നെ മിഡിൽ ഭാഗത്തെ വണ്ണം, അതായത് ഇതിൻ്റെ മിഡിൽ ഭാഗത്തെ വണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് 8 ഇഞ്ചിൻ്റെ മിഡിൽ ഭാഗം 4 ഇഞ്ചാണല്ലോ. അപ്പോൾ 4 ഇഞ്ച് ഇവിടെ നിന്ന് 4 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്യുക. ഇവിടുത്തെ വണ്ണം വന്നിരിക്കുന്നത് 15.5 ഇഞ്ചാണ്. 7.25 ആണ് ഇവിടുത്തെ വണ്ണം. ഏതാ നമ്മുടെ മിഡിൽ ഭാഗത്തെ, അതൊക്കെ ഇവിടുത്തെ വണ്ണം, ആ മസിലുള്ള ഭാഗത്തെ വണ്ണം. അപ്പോൾ ഇത്രയും മാർക്ക് ചെയ്തു. ഇനി നമുക്ക് കൈയുടെ റിഗാളാണ്. റിഗാൾ 18 ഇഞ്ചാണല്ലോ. അപ്പോൾ 18 ഇഞ്ച് വരുന്ന റൗണ്ട് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് 4 ഇഞ്ച് മാറ്റി 4.5 ഇഞ്ച് മാറ്റി മാർക്ക് ചെയ്താലും കുഴപ്പമില്ല. 4, 4.5, 3.5 തൊട്ട് ഓരോരുത്തരും മാറ്റി മാർക്ക് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത്ര വണ്ണമുള്ള ഒരാളായതുകൊണ്ട് ഞാനൊരു 4.25 ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ 4.5 എന്ന് പറഞ്ഞൊരു ഫിക്സ് അല്ല കേട്ടോ. 4, 4.25, 4. അത് ആളിൻ്റെ വണ്ണം, ഹൈറ്റ്, റിഗാളിൻ്റെ ഒരു സ്പേസ് ഇതൊക്കെ നോക്കി വേണം ഇവിടുത്തെ അകലം. ഇവിടെ 4 ഇഞ്ച് നിങ്ങൾ സുഖമായിട്ട് 4 ഇഞ്ച് ചായച്ചിട്ട് വെട്ടിക്കുമോ, നല്ല വൃത്തിയായിരിക്കും. 4.5 ഇടുമ്പോൾ ചിലർക്കൊരു ടെൻഷൻ വരുന്നുണ്ട്, 4.5 ഇടുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആകുമോ എന്ന്. പക്ഷേങ്കിൽ എനിക്ക് കറക്റ്റ് ആവുന്നുണ്ട്. നിങ്ങളത് ഒരു 4, എന്തായാലും നിങ്ങൾ 4 ഒട്ടും കുറയ്ക്കണ്ട. 3.5 ഒന്നും അല്ല, 4 ഇഞ്ച് തന്നെ ഇട്ട് വെട്ടിക്കുക, നല്ല ഭംഗിയായിട്ട് കിട്ടും. ഇവിടെ കുറയും തോറും കച്ചക്കുഴി 3 ഇട്ടാൽ താഴ്വശം താഴ്ന്നും ഈ മേൽവശം കിളന്ന്, ഇപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മേലോട്ട് കിളന്നും ഇവിടെ താഴ്വശം താണുമൊക്കെ നിൽക്കും. ഈ 4 ഇടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഒഴിവാകും. അതിനുശേഷം സ്കെയിൽ എടുക്കാം. ഇതിങ്ങനെ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ മിഡിൽ ഭാഗം നമ്മൾ കാണുക. അതിൻ്റെ മിഡിൽ ഭാഗം 5 ഇഞ്ച്. 5 ഇഞ്ചിൻ്റെ അവിടെ 1/2 ഇഞ്ച് മാറ്റി മാർക്ക്.
ഇനി നമുക്ക് ഇവിടെ നിന്ന് വരാൻ എളുപ്പമല്ലേ, ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കുകയാണ്, അവിടെ നിന്ന് 4 ഇഞ്ച് ഒരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മിഡിൽ ഭാഗം കണ്ടിട്ട് അവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇത് രണ്ടിൻ്റെയും മിഡിൽ ഭാഗം കണ്ടിട്ട് അവിടെ ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ ഇപ്പം കണ്ട ഒരു ബ്ലൗസിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ നിന്നും 4 ഇഞ്ചിലോട്ടാണ് പോകുന്നത്. അതിനുശേഷം 4 ഇഞ്ച് നമ്മളിങ്ങനെ 1/2 ഇഞ്ചിലോട്ട് പോയി, അതിനുശേഷം വീണ്ടും 4 ഇഞ്ചിലോട്ട് പോയി, പിന്നെ അതിനുശേഷം നമ്മൾ ചേർന്ന് നമ്മുടെ കറക്റ്റ് പോയിൻ്റെത്തി. ഇവിടെ ഒരു കൂർത്ത് വരരുത് ഈ ഭാഗം. നിങ്ങളൊരു കറക്റ്റ് ഇവിടെ നിന്നും ഈ മിഡിൽ ഭാഗത്ത് 4 ഇഞ്ച് ലക്ഷ്യമാക്കി വേണം നമ്മൾ മാർക്കിങ് ചെയ്യാനായിട്ട്. ഇത് നമ്മുടെ റൗണ്ട് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. നമുക്ക് 9 ഇഞ്ച് വേണമല്ലോ. അപ്പോൾ നമുക്ക് നോക്കാം, ഈ റൗണ്ടിൽ 9 ഇഞ്ച് വരുന്നുണ്ട്. കറക്റ്റ് 9 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് 18 അല്ലേ, അപ്പോൾ 9 അപ്പോൾ ഇവിടെ 9 ഇഞ്ച് വരുന്നുണ്ട്. ഒരു പോയിൻ്റ് നീക്കി മാർക്ക് ചെയ്യും. നമ്മൾ കൈക്കുഴി 18 പക്ഷേ 19 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 9 ഇഞ്ച് വേണം. 9 ഇഞ്ച് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 9 ഇഞ്ച് ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ്. അവിടെ തന്നെയാണ് നമ്മളെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്ന 15 ഇഞ്ചിൽ വരുന്നില്ലല്ലോ, 15 ഇഞ്ചും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്, അങ്ങനെ നോക്കണ്ട. അവിടെ നിന്നും നമ്മൾ 15 ഇഞ്ചിൽ ഏകദേശം നമ്മൾ 15 ഇഞ്ചിലോട്ട് ഇങ്ങനെ എത്തിക്കാനൊന്നും നോക്കണ്ട. അവിടെ നിന്നും സ്കെയിലും കൊണ്ട് നേരെ ഇങ്ങോട്ട് വരയ്ക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ നിന്നും ഇപ്പം ഞാൻ 15 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് ഇവിടെയാണല്ലോ, എൻ്റെ 19 ഇഞ്ച് വന്നിരിക്കുന്നത് ഇവിടെയാണ് അല്ലേ, നമ്മുടെ കൈക്കുഴിയുടെ. അപ്പോൾ ഈ നമ്മൾ നോക്കുമ്പം ഇതിനെ ഇങ്ങനെയൊന്നും വളച്ച് കയറ്റി അടിക്കാനൊന്നും നോക്കരുത്. ഇവിടെ നിന്നും സ്ട്രെയിറ്റ് ഒരു വര ഇങ്ങോട്ട് കൊടുക്കുക. എന്നാലും കൈക്കുഴി ഈ ഒരു കൈയുടെ ഡിസ്റ്റൻസ് ഇത്രയല്ലേ ഉള്ളൂ, ഒരുപാട് നീളമല്ലല്ലോ. എന്തായാലും ഇത് കറക്റ്റായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വളച്ച് കയറ്റി ഇത് 15ലോട്ടാക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും വളച്ച് കയറ്റി ഇങ്ങനെയൊന്നും അടയ്ക്കരുത്. സ്ട്രെയിറ്റ് വരയ്ക്കുക. ഓക്കെ, സ്ട്രെയിറ്റ് വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ചെറുതായിട്ട് ഇവിടെ തൊട്ട് ചെറിയൊരു ഷേപ്പ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഷേപ്പ് കൊടുക്കുക. അല്ലാതെ 15 ഇവിടെ വന്നിട്ട് നമുക്ക് എത്ര 15 അരയാണ്. 15 15 മാർക്ക് ചെയ്ത് ഇവിടെയാണ് നമ്മുടെ മാർക്കിംഗ് വന്നിട്ട് ഇവിടെയാണ്. കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ മാർക്കിങ്ങിന് നേരെ ഇങ്ങോട്ട് വരയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് എടുത്ത് വെട്ടണം. അപ്പോൾ ഫ്രണ്ട് എടുത്ത് വെട്ടാൻ വേണ്ടി നമ്മുടെ ഈ മാർക്ക് ചെയ്ത ഈ മാർക്കിംഗ് കൂടെ കിടപ്പുണ്ട്. ആ മാർക്കിങ്ങിലോട്ട് നമ്മൾ കൈക്കുഴി മേലോട്ട് നമ്മൾ എത്രയും അങ്ങോട്ട് സ്പേസ് കൊടുത്തോ അതുപോലെ വെളിയിലോട്ട് കൊടുക്കുക. അപ്പോൾ ഈ തുണി ഞാൻ ഇങ്ങനെ വെട്ടിരിക്കുന്നത് ഈ തുണി കുറവാണ്. ഈ ബാക്കിൽ ഒരു ജോയിൻറ്റ് വരും. ഈ തുണി കുറവായതുകൊണ്ട് ഇതിൻ്റെ ബാക്ക് പീസ് കണ്ടോ, ജോയിൻ്റ് എപ്പോഴും നമ്മുടെ ബാക്കിൻ്റെ ആ ഭാഗത്തോട്ട് വരണം. ഇത് ജോയിൻറ്റ് വരുന്ന ഭാഗമാണ് ബാക്ക് പീസ്. ഫ്രണ്ട് പീസിൽ കഴിവതും ജോയിൻറ്റ് വരുത്താതിരിക്കാൻ നോക്കുക. അപ്പോൾ ഫ്രണ്ട് എടുത്ത് വെട്ടി ഇത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി നമ്മളൊരു ടക്ക് കൊടുക്കുക. മനസ്സിലായല്ലോ, ഫ്രണ്ട് എടുത്ത് വെട്ടിയത്. കാരണം ബാക്ക് നമ്മൾ അരയിഞ്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഇഞ്ച് ആ അരയിഞ്ചിലോട്ട് നമ്മൾ ആദ്യത്തെ അരയിഞ്ച് ഇങ്ങോട്ട് മാറ്റുമ്പോൾ ഇവിടെ അരയിഞ്ച് വന്നല്ലോ, ഇവിടെ ഇങ്ങോട്ട് തള്ളി, അവിടെ നിന്ന് ഇങ്ങോട്ട് അരയിഞ്ച് തള്ളി, ഇവിടെ നിന്ന് 4 ഇഞ്ചിൽ നിന്ന് കയറി അരയിഞ്ച് ചെന്ന് അവിടെ നിന്ന് വീണ്ടും പിന്നെ നമ്മൾ കാലിലോട്ട് കയറി പോയി. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാം. ഞാനിതുപോലെ തന്നെ ഇത് ടക്ക് ഇട്ടിട്ട് ഇതിൻ്റെ വീഡിയോ എടുക്കും. ഇനിയും ഇതിൻ്റെ എടുക്കാനുള്ളത് അടിപ്പടിയാണ്. ഈ ഫ്രണ്ടും ബാക്കുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് ബാക്കിൻ്റെ അത്രയൊക്കെ ഏകദേശം വരുന്നുണ്ട്. കാരണം ഫ്രണ്ട് ടക്കിൻ്റെ പോയിൻ്റ് അത്രയും മാറ്റിയുണ്ട്, അത്രയും ഡിസ്റ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ടക്ക് ഇവിടെ ഇട്ടു. ഡൈ സ്പേസ് കണ്ടോ, ഈ ടക്കിൻ്റെ പോർഷൻ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം കറക്റ്റാക്കി ഈ കൈക്കുഴിയും എല്ലാം കറക്റ്റാക്കി വെച്ചതിന് ശേഷം നോക്കുക. ഇവിടെ നമുക്ക് കറക്റ്റ് അളവിനെക്കാട്ടിലും 1.5 ഇവിടെ 2 ഇഞ്ച് എടുക്കുക, 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. കാരണം ബാക്കിൻ്റെ തയ്യൽ തുമ്പ് ഇവിടെ നിൽപ്പുണ്ട്, ഇവിടെ 1 ഇഞ്ച് നമുക്ക് ഇത് ബാക്കിൻ്റെ കറക്റ്റ് അളവിന് ഇതുമായിട്ട് നിങ്ങൾ കറക്റ്റ് നോക്കി ബാക്കിൻ്റെ അളവിൽ കറക്റ്റ് എടുത്ത ശേഷം ഈ പടിയോട് ചേർത്ത് വേണം എടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ആ പടി മടക്കിയിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫ്രണ്ട് കൂടുതൽ എടുക്കേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ വെച്ച് നോക്കാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്കിങ്ങനെ 1.5 ഇഞ്ച് ആണിത്, നമുക്കൊരു 2 ഇഞ്ച് ഇട്ട് ഇവിടെ കട്ട് ചെയ്യാം.
അതുപോലെ ഫ്രണ്ടിൽ അവിടെയും 1.5 ഇഞ്ച് 1.25 ഇഞ്ചാണ്. അപ്പോൾ 2.25 ഇഞ്ച് ഇട്ട് ഫ്രണ്ട് കട്ട് ചെയ്യും. അപ്പോൾ 2ഉം 2.25 ഇത് ബാലൻസ് തുണി ഇവിടെ കുറച്ചേ ഉള്ളൂ. കൈക്ക് ജോയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അതുകൂടെ ശ്രദ്ധിച്ച് വേണം. നമ്മൾ ജോയിൻ്റ് ഉള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ജോയിൻ്റ് ഉള്ളത് ആദ്യം കട്ട് ചെയ്ത് മാറ്റണം. കാരണം 1 മീറ്റർ തുണിയിലൊന്നും ഇത്രയും വലിയ ബ്ലൗസ്, ഇതൊരു സാരിയുടെ വിത്ത് ബ്ലൗസാണ്. അപ്പോൾ 1 മീറ്റർ പോലും ഇല്ല, അതിൽ നിന്നാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായില്ല, ഇതൊരു നമ്മൾ കട്ട് പീസ് തുണിയാണ്. 1 മീറ്റർ പോലും തുണിയില്ല. ഇങ്ങനെ ഒരു തുണിയിൽ നിന്നും ഇത്രയൊരു വലിയ സൈസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. പക്ഷേ ഇനി ഇതിനകത്ത് പടിയും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ എക്സ്ട്രാ വെക്കേണ്ടി വരും എന്നുള്ളൂ. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 80 സെൻറ്റിമീറ്റർ തുണിയിൽ നിന്നാണ് ഇത്രയും കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് കേട്ടോ. അതിൽ നമുക്കിനി ഇത്രയും തുണിയെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും തുണിയെല്ലാം നമുക്ക് ബാലൻസ് കയ്യിൽ കിട്ടി. കൈക്കുള്ള ജോയിൻറ്റിന് വേണ്ടി ഇത്രയും തുണി എനിക്ക് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പടിക്കും കിട്ടിയിട്ടുണ്ട്. എല്ലാം ഈ 80 സെൻറ്റിമീറ്റർ തുണിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ കട്ടിങ് പഠിച്ചാൽ നമുക്ക് 80 സെൻറ്റിമീറ്ററിലും നമുക്ക് അത്യാവശ്യം കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ടിൽ 2.25, ബാക്കിൽ 2 മണ്ടല വേണ്ടത്. ഇവിടെ പടി തീരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രണ്ട് പടി റെഡി ആയിട്ടുണ്ട്. അപ്പം പടിയും കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് നിങ്ങൾക്ക് അല്പം കൂടെ തയ്യൽ തുമ്പ് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 എന്നുള്ളത് 2.5 ഇട്ടു, കുഴപ്പമില്ല. നിങ്ങൾക്ക് തയ്യൽ തുമ്പ് അല്പം കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 എന്നുള്ള സ്ഥാനത്ത് 2.5 ഇട്ടാലും കുഴപ്പമില്ല. ഇവിടെ 2.25 എന്നുള്ളിടത്ത് 2.25 ഇട്ടാലും കുഴപ്പമില്ല. പടി കുറഞ്ഞു പോയി എന്നൊരു ടെൻഷൻ ഉണ്ടാവണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം കൂടെ കൂടുതലിട്ട് വെട്ടുക. അതൊക്കെ നിങ്ങളത് ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ പഠിച്ചോളൂന്നേ. ഏതൊരു കാര്യവും നമ്മൾ ചെയ്ത് എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയേ ഉള്ളൂ കാര്യമെന്ന്. നമ്മൾ റോഡിൽ കൂടെ ഓരോരുത്തർ വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഓർക്കുമല്ലോ, ഞാൻ ഓർത്തിട്ടുണ്ട് 2 വീലറൊക്കെ ഓരോരുത്തർ ഓടിച്ച് അയ്യോ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ, ഞാനൊക്കെ എന്ന് ജീവിതത്തിൽ വണ്ടി ഓടിക്കും, അങ്ങനെ വിചാരിച്ചിരുന്ന് ഞാനിപ്പോൾ 2 വീലറും 4 വീലറും എല്ലാം ഓടിക്കാറുണ്ട്. അപ്പോൾ ഇത് നമ്മളെക്കൊണ്ട് അസാധ്യമായിട്ട് ഒന്നുമില്ല, എല്ലാം നമ്മളെക്കൊണ്ട് സാധ്യമാണ്. പക്ഷേങ്കിൽ നമ്മളൊന്ന് മനസ്സ് വെക്കണം. ഇപ്പോൾ 80 സെൻറ്റിമീറ്ററിൽ ഇത്രയൊരു നല്ല മെഷർമെൻ്റ് ഉള്ളൊരു ബ്ലൗസ് കട്ടിങ് ചെയ്തു, നമുക്കത് കട്ടിങ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ അതിൻ്റെ ബാലൻസ് ഇത്രയും പീസുണ്ട്, ഇത് വെച്ച് അതിൻ്റെ കൈയുടെ ജോയിൻ്റൂടെ ചെയ്യും. അത്യാവശ്യം ഇതിൻ്റെ ഫ്രണ്ട് പടിക്കുള്ള തുണികളും കാര്യങ്ങളും കിട്ടും. പിന്നെ ഈ പടിക്ക് നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ചിലപ്പം വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ഒരു കാര്യമില്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ നല്ല പോസിറ്റീവ് മൈൻഡായിട്ടിരിക്കുക. ശോഭ ചേച്ചിക്ക് എല്ലാവിധമായ നന്മകളും ഉണ്ടാകട്ടെ. ഞാൻ പ്രത്യേകിച്ച് എനിക്കിപ്പം 50 വയസ്സാണ്. പക്ഷേ ശോഭ ചേച്ചിക്ക് എന്നെക്കാട്ടിൽ ഇത്രയും ഏജ് ഉണ്ടായിട്ട് ശോഭ ചേച്ചിയോട് എനിക്ക് വളരെ താങ്ക്സ് ഉണ്ട്. എനിക്ക് കുറച്ചുകൂടി ഒരു ഇൻസ്പിറേഷനായി ശോഭ ചേച്ചിയുടെ ഈ എനർജി വാക്കുകൾ കേട്ടപ്പോൾ. അപ്പോൾ സന്തോഷം. എല്ലാവർക്കും ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലിടാം. അപ്പോൾ ഇതിലെന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അറിയിക്കുക. ഞാൻ എൻ്റെ ഒരു രീതിക്ക് പിന്നെ ഇടയ്ക്ക് കസ്റ്റമർ സ്റ്റാഫൊക്കെ വിളിക്കുമ്പം അങ്ങോട്ടൊന്നും വൈകിട്ട് പോകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എഴുതി അറിയിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. ഞാൻ മാക്സിമം നിങ്ങളോടൊപ്പം ഉണ്ടാവും. പിന്നെ ഞാൻ അടുത്ത ആഴ്ച ഒരു കോഴ്സിന് ബാംഗ്ലൂർ പോവാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് ഒരിക്കലും നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് നമ്മൾ ടക്കിടാതെ ചെറിയൊരു കേർവിൽ, അതായത് സ്പേസ് ഉള്ളിൽ കൊടുത്തോണ്ട് ചെയ്യുന്ന ടക്കുണ്ടല്ലോ. അപ്പോൾ ഇത് നോക്കിയേ, ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആണെങ്കിൽ ഇങ്ങനെയാണ് വരുന്നത്. പക്ഷെങ്കിൽ ഞാൻ കുറച്ചുകൂടെ ഈ ഒരു ഭാഗത്തോട്ട് ചെറിയൊരു റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും നമ്മൾ ഫ്രണ്ട് നല്ലൊരു ഷേപ്പിൽ കിട്ടും. തന്നെയല്ല ഇവിടെ ഇങ്ങനെ കൂർത്തിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒറ്റ അടിപ്പ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കൂർത്തിരിക്കും. അത് പക്ഷേ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഒരു ഷേപ്പിൽ വന്നിട്ട് അത്രയും ഒരു അഭംഗി ഈ ഭാഗത്ത് ഉണ്ടാകത്തില്ല. അതുപോലെ ഈ ഷേപ്പ് നമ്മൾ ടക്ക് കൊടുത്തു. അപ്പോൾ ഇനി കക്ഷക്കുഴി കൊടുക്കുമ്പം ഈ ഒരു പോയിന്റിൽ പിടിച്ചുകൊണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തോട്ട് പിടിച്ചുകൊണ്ട്
ഇങ്ങനെ ടക്ക് കൊടുക്കുക. ഇങ്ങനെ ടക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് എടുക്കുന്നതിനേക്കാട്ടിലും മാക്സിമം നമ്മളിങ്ങനെ കുറച്ച് കൊണ്ടുവന്ന് മാക്സിമം ഇങ്ങോട്ട് വരുമ്പോഴത്തേന് തുണിയെ മാത്രമേ നമ്മുടെ സ്റ്റിച്ചിങ് ഉണ്ടായിരിക്കത്തുള്ളൂ. കണ്ടോ, അത്രയും സ്പേസ്. ഇവിടെ നമ്മൾ തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ തുണിയിലോട്ട് കയറ്റി ഇവിടെ കൊണ്ട് തുണിയെ തന്നെ ഇറക്കി. അല്ലാതെ ഇവിടുന്ന് ഒരിക്കലും ഇങ്ങനെ വന്ന് സ്ട്രെയിറ്റ് അടിക്കരുത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ്റെ സ്പേസ് കുറയും. അപ്പോൾ അത് രണ്ടാമായി. ഇനി അടുത്തതിന് ശേഷം ഈ ഒരു സൈഡിലത്തെ ടക്കാണ്, അതും ഈ പോയിൻറ്റും കൂടി ഇങ്ങനെ പിടിക്കുക. അവിടുന്ന് ഇതുപോലെ തന്നെ 1/2 ഇഞ്ച് നമ്മൾ സ്റ്റാർട്ടിങ് എടുത്തു. അവിടുന്ന് തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ തുണി മാത്രമേ കാണത്തുള്ളൂ. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ കണ്ടോ, ഈ ഒരു രീതിയിൽ വേണം നിങ്ങൾ അടിച്ചു പിടിക്കാൻ. ഒരിക്കലും ഈ ഒരു ഇത്രയും തുണി എടുത്ത പോലെ ഇങ്ങോട്ട് വരുമ്പോൾ അതുപോലെ തുണി എടുക്കരുത്. ഇങ്ങോട്ട് വരുമ്പോൾ തുണി കുറഞ്ഞ് ഈ ഒരു രീതിക്ക് വേണം വരാനായിട്ട്. അടുപ്പിച്ച് കാണിച്ചു കാണാം. അപ്പോൾ 3 ടക്കായി. ഇനിയും ഇതിനകത്ത് ഒരു ടക്ക് കൂടെ ഉണ്ട്, ഈ ഫ്രണ്ട് പോർഷനിലെ ടക്ക്. അതും കൂടെ പിടിച്ചിട്ട് എല്ലാം ടക്ക് ഇങ്ങനെ ഇടാവും. അതായത് തുടങ്ങുമ്പം തുണി എടുക്കുക, പക്ഷെ ലാസ്റ്റിലോട്ട് വരുമ്പം തുണി തീരെ കുറയണം. ഈ ഒരു രീതിയിൽ വേണം ടക്ക് അടിക്കാനായിട്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കാം സ്പേസ് എത്രത്തോളം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ടക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. ആ ബ്രസ്റ്റിനനുസരിച്ചുള്ള സ്പേസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ടക്കെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് കൈകൊണ്ടൊന്ന് പതിച്ച്, ഇതൊക്കെ പണ്ട് ഓരോ സ്റ്റിച്ചിങ് ചെയ്യുന്നവർ കൈയുടെ നഖം വരെ വളർത്തിയിരുന്നത് ഇതുപോലെ ഒന്ന് പതിച്ച് വെക്കാനായിട്ട്. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലത്തെ സ്പേസ് കിട്ടിയുണ്ട്. എത്ര ബ്രസ്റ്റ് ഉള്ളവർക്ക് ഈ ഒരു രീതിയിൽ ടക്കിട്ടാൽ ആ ബ്രസ്റ്റ് ഇതിനകത്ത് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കും. കണ്ടോ, ഇത്രയും ബ്രസ്റ്റിനുള്ള പോർഷനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇത്രയും ഭാഗം നമുക്കുണ്ട്. കണ്ടോ, അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഈ കൈക്കുഴിയുടെ ഇവിടെ വരുന്ന ഈ തുണി കൈക്കുഴി പിടിപ്പിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഫോൾഡിങ് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ഈ തയ്യലിൻ്റെ ഈ ഒരു തുമ്പ് ഒരിക്കലും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ കൈയുടെ പോർഷനിലോട്ട് കയറിയാൽ വലിഞ്ഞ് നിൽക്കും ഇവിടെ തുണി. അതുപോലെ തന്നെ ഈ തുണിയും ഇതുപോലെ തന്നെ നന്നായിട്ട് ഫോൾഡിങ് ചെയ്ത് വയ്ക്കുകയോ കട്ട് ചെയ്ത് കൊടുക്കുകയാകാം. ഓക്കെ.